എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു സീരീസിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ്സുമായിട്ട് ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെക്രട്ടേറിയറ്റ് OAക്കും ലാബ് അസിസ്റ്റന്റിനും വേരിയസ് എൽജസിനും വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു അഡാർ ക്ലാസ് അല്ലെങ്കിൽ അടിപൊളി ക്ലാസ് എന്ന് പറയാം. നമ്മൾ ഇനി പോകുന്ന സീരീസിൽ നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് അതിൽ തന്നെ ഒരു പൗരന്റെ മൗലിക അവകാശങ്ങൾ, കടമകൾ, അതുപോലെ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്? 10 മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ മെയിൻസ് സിലബസ് നോക്കുമ്പോൾ അവിടെ എത്ര മാർക്കാണ്? 5 മാർക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഒരു പൗരന്റെ അവകാശങ്ങൾ, അതായത് മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ടാണ് അല്ലേ? അതിൽ തന്നെ ഇവിടെ ഇതും പറയുന്നുണ്ട്, മൗലിക അവകാശങ്ങൾ പറയുന്നുണ്ട് അല്ലേ? ഏതെങ്കിലും ഒരു എക്സാമിൽ കണ്ടിട്ടുണ്ട്, ഒഴിവാക്കിയതായിട്ട് കണ്ടിട്ടുണ്ടോ? മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് ഒഴിവാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രിലിംസിനും മെയിൻസിനും കൂടിയിട്ട് ഒപ്പമാണ്. പ്രിലിംസ് വേറെ മെയിൻസിന് വേറെ. പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാരം കൂടുക മാത്രമേ ഉള്ളൂ. പഠനഭാരം കൂടി വരും, ഒരിക്കലും അത് കുറഞ്ഞു വരില്ല. നമ്മുടെ പഠനഭാരം നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് വരണം, ഈസി ആക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് മൗലികാവകാശങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിലിംസ്, നമ്മുടെ റിസൾട്ട് ഒക്കെ വന്ന് നമ്മൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഒരിക്കലും നമ്മൾ അതിലൊരിക്കലും മടി വിചാരിക്കരുത്. കാരണം പ്രിലിംസ് ആണ്, കുറച്ച് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾ മുൻവിധിയോട് കൂടി പോകരുത്. കാരണം കഴിഞ്ഞ പ്രിലിംസ് ഒക്കെ ഓരോ ഘട്ടങ്ങൾ നമുക്ക് തന്നിട്ടുള്ള പണി എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഓരോ ടോപ്പിക്കും പൂർണ്ണമായിട്ടും പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മെയിൻസിൽ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ട, ആ ടോപ്പിക്കുകൾ പിന്നെ എന്ത് ചെയ്താൽ മതി? റിവിഷൻ മാത്രം മതി. അയ്യോ അന്ന് ഞാൻ മൗലികാവകാശങ്ങളെ കുറിച്ചിട്ട് കുറച്ചേ പഠിച്ചിട്ടുള്ളൂ, മൗലികാവകാശങ്ങളെ കുറിച്ചിട്ട് NCERT പഠിച്ചിട്ടില്ല, ഒന്നും വേണ്ട. ഇവിടെ NCERT പ്രീവിയസ് ക്വസ്റ്റ്യൻ ഓൾ ദ പോയിന്റ്. ഒരു മൗലികാവകാശങ്ങൾ എന്താണ് ഒരു ഉദ്യോഗാർത്ഥി പഠിക്കേണ്ടത്, ആ പഠിക്കേണ്ടത് ഫുള്ളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ നിങ്ങൾ മൗലികാവകാശങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മെയിൻസിന് എന്ത് വേണ്ട? ബാക്കോട്ട് ചിന്തിക്കണ്ട. ബാക്കോട്ട് ചിന്തിക്കാൻ പറഞ്ഞാൽ ഞാൻ അതിൽ പൂർണ്ണമായിട്ട് പഠിച്ചില്ല, പകുതി, ആ ഒരു ചിന്തയെ വേണ്ട. നമ്മളിവിടെ ടോപ്പിക്ക് ഓരോരോ മൊഡ്യൂളായിട്ട് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആക്കിയിട്ട് പോകും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്ന് നമുക്ക് 10 മാർക്ക് ഇതിലുണ്ട്. പ്രിലിംസിൽ വേണ്ടേ? അതായത് മെയിൻ സിലബസിൽ അതുപോലെ 5 മാർക്ക് നമ്മൾ വാങ്ങിക്കും, അത് ഉറപ്പാണ്. നിങ്ങളുടെ കൂടെ സപ്പോർട്ട് മാത്രം മതി. നമ്മുടെ ക്ലാസ്സുകൾ ഇനി ആ രീതിയിലായിരിക്കും പോകുക. നമുക്ക് ഇതിന്ന് 10 മാർക്കുള്ളത് പ്രിലിംസിന് ഭരണഘടനയിൽ നിന്ന് കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും? മെയിൻസിന്റെ 5 മാർക്ക് നമ്മുടെ കയ്യിലായിരിക്കും. നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് മാത്രം എന്ത് ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ് മുന്നോട്ട് പോകും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതേപോലെ സയൻസിൽ നമ്മൾ ഇതൊരു ടോപ്പിക് 10 കഴിഞ്ഞിട്ട് നമുക്ക് സയൻസിന്റെ എന്താണ് ആറ്റത്തിന്റെ ഘടന അങ്ങനെയല്ല, അത് നമുക്ക് എന്ത് ചെയ്യാം? SCERT NCERT ഒക്കെ ബേസ് ചെയ്തിട്ട് ക്ലാസ് പോകാം. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ കൂടിയിട്ട് ഒന്ന് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യുക. താഴെ കമന്റ് എന്ത് ചെയ്യണം? ക്ലാസ്സിനെ കുറിച്ചിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കൂടി അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. അതാണല്ലോ നമ്മുടെ ക്ലാസ്സിന്റെ പ്രചോദനം എന്ന് പറയുന്നത്. ഓക്കെ, എന്നാലും നിങ്ങൾ ലാഗിപ്പിക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് മൗലിക അവകാശങ്ങളുടെ ക്ലാസ്സിലേക്ക് പോകാം. മൗലിക അവകാശങ്ങൾ, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, സെക്രട്ടേറിയറ്റ് OAയുടെയും ലാബ് അസിസ്റ്റന്റിന്റെയും ഒക്കെ മെയിൻ ലിസ്റ്റ്, പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് കഴിഞ്ഞ് നമുക്ക് ലിസ്റ്റ് വരും അല്ലേ? മെയിൻ ലിസ്റ്റ് വരണ്ടേ? മെയിൻ ലിസ്റ്റ് വരുന്ന സമയത്ത്, അതായത് LDയുടെ മെയിൻ ലിസ്റ്റ് എന്നാണോ വരുന്നത് ആ സമയമാകുമ്പോഴേക്കും എന്ത് ചെയ്യണം? ഈ സെക്രട്ടേറിയറ്റ് OAയുടെയും ലാബ് അസിസ്റ്റന്റിന്റെയും മെയിൻ ലിസ്റ്റ് വരണം. കാരണം ഇപ്പോൾ തന്നെ ലാബ് അസിസ്റ്റന്റിന്റെ എന്ത് ചെയ്തിട്ടുണ്ട്? ലിസ്റ്റ് ക്യാൻസൽ ആണ്. ഓക്കെ, പുതിയ ലിസ്റ്റ് വന്നിട്ട് വേണം അതിൽ നിന്ന് ആളെടുക്കാൻ. സെക്രട്ടേറിയറ്റ് OAയുടെയും എന്താണ് പുതിയ ലിസ്റ്റ് എപ്പോൾ കഴിയും? ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലായിട്ട് അതും കഴിയും. അപ്പോഴേക്കും എന്ത് ചെയ്യണം? ഈ ലിസ്റ്റ് വരണം. അപ്പോൾ നിങ്ങൾ ഇനി പ്രിലിംസ് കഴിയണ്ടേ, മെയിൻസ് കഴിയണ്ടേ എന്നൊരു ടെൻഷനൊന്നും വേണ്ട. ഈ കണ്ടിന്യൂറ്റി എന്ത് ചെയ്യുക? കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മൗലിക അവകാശങ്ങളുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഏതാണ് ഭാഗം? ഭാഗം 3ലാണ് അല്ലേ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഓരോ കാര്യങ്ങളും ഓരോ ഭാഗത്തായിട്ടും ഓരോ ആർട്ടിക്കിളായിട്ടും ഓരോ അനുച്ഛേദങ്ങളായിട്ടും എന്ത് ചെയ്തിരിക്കുകയാണ്? വിഭജിച്ച് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും എന്ത് പറയുന്നത്? ഇന്ന ഭാഗത്താണ്, ഇന്ന ആർട്ടിക്കിളാണ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഫണ്ടമെന്റൽ റൈറ്റിൽ ഭാഗം ഏതിലാണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 3ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എത്ര മുതലാണ്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ആർട്ടിക്കിൾ 12 മുതൽ ഒക്കെ പ്രീവിയസ് ആണ് കേട്ടോ. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ. 12 മുതൽ 35 വരെ. എത്രയാണ്? 12 to 35. എന്തൊക്കെയാണ് നമ്മുടെ മൗലിക അവകാശങ്ങളുടെ വിശേഷണങ്ങൾ എന്ന് നോക്കിക്കേ. ഭരണഘടന നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ലാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ടയാണ്. നമ്മുടെ ഇന്ത്യയുടെ മാഗ്ന കാർട്ടയാണ്. അതുപോലെ സ്വാതന്ത്ര്യത്തിന്റെ വിളക്കാണ്. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കാണ്. ഇത് 3 വിശേഷണങ്ങൾ മാർക്കുള്ളതാണ്. മൗലിക അവകാശങ്ങൾക്കുള്ള ഇതാണ്. എന്തൊക്കെയാണ് മൗലിക അവകാശങ്ങളുടെ വിശേഷണങ്ങൾ? ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ. മൗലിക അവകാശങ്ങൾ ആശയം എന്നത് ഏത് ഭരണഘടനയിൽ
നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഓക്കെ, അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ഒരു ആശയമാണ് ഇത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഈ മൗലിക അവകാശങ്ങൾ നീതിപരമായവയാണ്. കാരണം നിങ്ങൾക്കോ എനിക്കോ ഒരു മൗലിക അവകാശം ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോടതിയിൽ പോയിട്ട് അത് നേടിയെടുക്കാം. കാരണം മാർഗനിർദ്ദേശക തത്വങ്ങളിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതൊന്നും ഒരിക്കലും നമുക്ക് കോടതിയിൽ പോയിട്ട് വാദിച്ചെടുക്കാനായിട്ട് കഴിയില്ല. അതൊക്കെ നോൺ ജസ്റ്റിക്കബിൾ ആണ്. കാരണം ഇത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് നീതിപരമായവയാണ്. പഠിക്കണം, നീതിപരമായവയാണ്. ഇതൊക്കെ വരും ട്ടോ. ഇനിയൊക്കെ നമ്മളിപ്പോ ഒക്കെ കണ്ടു കഴിഞ്ഞതാണ്. ഒരിക്കലും അവിടെയൊക്കെ ഇങ്ങനെയുള്ള ഓരോരോ പോയിന്റുകളാണ് ഓരോ ടോപ്പിക്കും തന്നിരിക്കുന്നത്. അപ്പൊ അതേപോലെ എന്ത് ചെയ്യണം? പോയിന്റുകൾ എടുത്ത് പഠിച്ചേ പറ്റൂ. എന്തെങ്കിലും തട്ടിക്കൂട്ടിയിട്ട് പഠിച്ചിട്ട് പോയിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇരിക്കരുത്. അതിനനുസരിച്ചിട്ട് പഠിച്ചേ മതിയാകൂ. കാരണം അതൊക്കെ നമ്മുടെ മുന്നിൽ തെളിവുകളായിട്ട് ഇവിടെ കിടക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ടോപ്പിക്കും എന്ത് ചെയ്യുന്നത്? SCERT NCERT ഒക്കെ ബേസ് ചെയ്തിട്ട് ഓരോ ടോപ്പിക്കുകൾ തരുള്ളൂ. ഒരിക്കലും പിന്നീട് ഇതിന് മെയിൻ സിലബസിന് ഇനി അടുത്തത് എക്സ്ട്രാ പഠിക്കാനുണ്ട് എന്നുള്ളത് ഒരിക്കലും നിങ്ങൾക്ക് വരത്തില്ല. ആ രീതിയിലായിരിക്കും നമ്മൾ ഇനിയിപ്പോൾ ഒരു ദിവസം ക്ലാസ്, ഇനി ഡെയിലി ക്ലാസ് ഇടുന്നതിൽ നിന്ന് ഒരു ദിവസം ക്ലാസ് ഇടാൻ വൈകിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം അത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ക്ലാസ് തയ്യാറാക്കാനുള്ള ഒരു ടൈമിന്റെ ഒരു ഇതാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാകും. നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി കേട്ടോ. ഇനി എന്തൊക്കെയാണ് നോക്കൂ. എല്ലാ വ്യക്തികൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? മൗലികാവകാശം ഉറപ്പ് നൽകുന്നുണ്ട്. എല്ലാ വ്യക്തികൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? മൗലികാവകാശങ്ങൾ ഉറപ്പ് നൽകുന്നുണ്ട്. നോക്കൂ, സമത്വം, അന്തസ്സ്, പൊതു താല്പര്യം, ഐക്യം, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മൗലികാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവയാണ്. മൗലികാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്തൊക്കെയാണ്? എല്ലാവർക്കും സമത്വം, അല്ലേ? എല്ലാവരുടെയും അന്തസ്സ്, എല്ലാ ജനങ്ങളുടെയും പൊതു താല്പര്യം, ഐക്യം, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഉയർത്തിപ്പിടിക്കുന്നു. രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ ആദർശം നോക്കൂ. രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ ആദർശം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള, രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ ആദർശം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു ഉപകരണം കൂടിയിട്ടാണ് ഏത്? മൗലിക അവകാശങ്ങൾ. അതുപോലെ തന്നെ നോക്കൂ, സ്വേച്ഛാധിപത്യം തടയുക, ജനങ്ങളെ സംരക്ഷിക്കുക, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മൗലിക അവകാശങ്ങൾ ചെയ്യുന്നുണ്ട്. സ്വേച്ഛാധിപത്യം തടയുകയും ജനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. എന്ത്? മൗലിക അവകാശം. നിയമനിർമ്മാണ സഭയുടെയും എക്സിക്യൂട്ടീവിന്റെയും ഏകപക്ഷീയമായ നിയമങ്ങളുടെയും സ്വേച്ഛാധിപത്യത്തിന്റെ പരിമിതികളായിട്ട് മൗലികാവകാശങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. നിയമനിർമ്മാണ സഭയുടെ എക്സിക്യൂട്ടീവിന്റെയും സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിയമനിർമ്മാണ സഭയുടെ നിയമം നിർമ്മിക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണ്, അല്ലെ? നിയമനിർമ്മാണ സഭയുടെ എക്സിക്യൂട്ടീവിന്റെയും ഏകപക്ഷീയമായ നിയമങ്ങളുടെയും സ്വേച്ഛാധിപത്യത്തിന്റെ പരിമിതികളായി മൗലികാവകാശങ്ങൾ പ്രവർത്തിക്കുന്നു. എന്താണ് ഇത് പറയുന്നത്? അതായത് ഏകപക്ഷീയമായ നിയമങ്ങൾ, കുറച്ച് വ്യക്തികൾക്ക് മാത്രം ഒരു നിയമം, കുറച്ച് വ്യക്തികൾക്ക് മാത്രമായിട്ടുള്ള ഒരു നിയമം, അത് അവിടെ പാടില്ല. അതുപോലെ സ്വേച്ഛാധിപത്യത്തിന്റെ പരിമിതി, ആർക്കും ഒരു സ്വേച്ഛാധിപത്യം ഇവിടെ നിന്നില്ല, ഇന്ത്യൻ രാഷ്ട്രത്തിൽ ഇല്ല. സ്വേച്ഛാധിപത്യം പാടില്ല. ഒക്കെ അതിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കുന്നത് ആര് തന്നെയാണ്? മൗലിക അവകാശങ്ങൾ തന്നെയാണ്. അപ്പൊ നിയമനിർമ്മാണ സഭയുടെ എക്സിക്യൂട്ടീവിന്റെയും ഏകപക്ഷീയമായ നിയമങ്ങളുടെയും സ്വേച്ഛാധിപത്യത്തിന്റെ പരിമിതികളായിട്ട് എന്ത് ചെയ്യുന്നു? മൗലികാവകാശങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. മൗലിക അവകാശങ്ങൾ ലക്ഷ്യമിടുന്നത് മനുഷ്യരുടെയല്ല, നിയമങ്ങളുടെ ഒരു സർക്കാർ സ്ഥാപിക്കലാണ്. നോട്ട് ചെയ്യണേ. മൗലികാവകാശങ്ങൾ ലക്ഷ്യമിടുന്നത് ഒരിക്കലും മനുഷ്യന് ഇന്ന അവകാശങ്ങളാണ് എന്ന് പറഞ്ഞിട്ടല്ല. എന്താണ്? നിയമങ്ങളുടെ ഒരു സർക്കാർ സ്ഥാപിക്കലാണ്. അത് തന്നെയല്ലേ ഇവിടെയും പറഞ്ഞത്? സ്വേച്ഛാധിപത്യത്തിന്റെയും ഏകപക്ഷീയമായ നിയമങ്ങളുടെയും ഒക്കെ പരിമിതി ആക്കുന്നു മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞില്ലേ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. മനുഷ്യരുടെയല്ല, നിയമങ്ങളുടെ ഒരു സർക്കാർ സ്ഥാപിക്കലാണ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് തന്നെ അവ ലംഘിക്കുകയില്ലെന്ന് ഭരണഘടന ഉറപ്പുവരുത്തുന്നു. ഒരിക്കലും ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പാടില്ല? മൗലികാവകാശങ്ങളെ ലംഘിക്കാൻ പാടില്ല. മൗലികാവകാശങ്ങളെ ഉറപ്പുവരുത്തുന്നത് രാജ്യത്തിന്റെ ഭരണഘടനയാണ്. മൗലികാവകാശങ്ങളെ ഉറപ്പുവരുത്തുന്നത് രാജ്യത്തിന്റെ ഭരണഘടനയാണ്. മനസ്സിലായല്ലോ? ഓരോ പോയിന്റും ഓരോ വരികളും സൂക്ഷ്മതയോട് കൂടിയിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. നമ്മൾ അവിടെ നിന്ന് എക്സാം ഹാളാകുമ്പോൾ നമുക്കത് പാർലമെന്റ് ആണോ എന്നൊക്കെ ചിന്തിക്കാം, അല്ലേ? ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. അവ സ്ഥാപിച്ചിട്ട് തന്നെ കണക്ട് ചെയ്യുക കേട്ടോ. സ്ഥാപിച്ചിട്ട് തന്നെ കണക്ട് ചെയ്യണേ. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. ഇനി എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? എങ്ങനെയാണ് സുപ്രീം കോടതി സംരക്ഷിക്കുന്നത്? അതിനുള്ള ഉപകരണം ഏതാണ്? റിട്ടുകളാണ്. മൗലികാവകാശങ്ങളെ സുപ്രീം
സുപ്രീം കോടതി സംരക്ഷിക്കുന്നത് ഏത് പ്രകാരമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിലൂടെയാണ്. അതുപോലെ തന്നെ മൗലികാവകാശങ്ങൾ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ എന്ത് ചെയ്യും? റദ്ദു ചെയ്യും. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യും. അതിനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മൗലികാവകാശങ്ങളെ റദ്ദു ചെയ്യാനുള്ള അധികാരം ആർക്ക് തന്നെയാണ്? ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായി പട്ടേലാണ്. ആരാണ്? സർദാർ വല്ലഭായി പട്ടേൽ. മനസ്സിലായല്ലോ? അപ്പൊ ഈ സ്ലൈഡിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആരാണ് സംരക്ഷകൻ? സുപ്രീം കോടതിയാണ്. എങ്ങനെയാണ് സുപ്രീം കോടതി മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത്? റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിലൂടെയാണ് അല്ലെ? ആ റിട്ടുകളെ കുറിച്ച് നമുക്ക് പറയാം കേട്ടോ. ഇതിൽ പറയുന്നുണ്ട്, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ? മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അടിയന്തരാവസ്ഥ പറഞ്ഞ എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥയുണ്ട്, സംസ്ഥാന അടിയന്തരാവസ്ഥയുണ്ട്, സാമ്പത്തിക അടിയന്തരാവസ്ഥയുണ്ട്. നമ്മൾ പറയാറുണ്ട് 352 ദേശീയ അടിയന്തരാവസ്ഥ, 356 സംസ്ഥാന അടിയന്തരാവസ്ഥ, 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇത് 2 അടിയന്തരാവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതെന്ത് ചെയ്തിട്ടില്ല? ഇതുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പുറപ്പെടുവിക്കേണ്ട കാര്യം നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടില്ല. മൗലികാവകാശങ്ങളുടെയും ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായി പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി. ഓക്കെ, ഇനി ഭരണഘടനയിൽ എത്ര മൗലികാവകാശങ്ങളുണ്ട്? ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 7 മൗലിക അവകാശങ്ങളാണുള്ളത്. എന്നാൽ ഇപ്പൊ എത്ര മൗലിക അവകാശങ്ങളാണ്? ഇപ്പൊ 6 മൗലിക അവകാശങ്ങളാണ്. ഓക്കെ, ഇപ്പൊ എത്ര മൗലിക അവകാശങ്ങളുണ്ട്? അത് ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര മൗലിക അവകാശങ്ങൾ എന്ന് ചോദിച്ചാൽ അത് 7 ആണ്. പക്ഷെ ഇപ്പൊ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 6 ആണ്. ഏതൊക്കെയാണ് 7 മൗലിക അവകാശങ്ങൾ? ഒന്ന്, സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ എത്ര പറയുന്നു? 14 മുതൽ 18 വരെയും. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയും. ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23, 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയും. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം 29, 30. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ എത്രയാണ്? 32 ആണ്. അങ്ങനെ 6 മൗലിക അവകാശങ്ങളാണ് എന്തുള്ളത്? ഇപ്പോ നിലവിലുള്ളത്. 6 മൗലികാവകാശങ്ങളും എത്ര മുതൽ എത്ര വരെയാണ് ആർട്ടിക്കിൾ എന്നുള്ളതും കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ സമത്വത്തിനുള്ള അവകാശം അല്ലേ? അത്രയാണ് 14 മുതൽ 18 വരെയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയാണ്. 23, 24 ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശമാണ്. 25 to 28 മതസ്വാതന്ത്ര്യമാണ്. പിന്നെയോ 29 to 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്. ഓക്കെ ആണല്ലോ? ഇനി 32 ആണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അങ്ങനെ മൊത്തം എത്ര മൗലികാവകാശങ്ങൾ? 6 മൗലികാവകാശങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, നേരത്തെ പറഞ്ഞു ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 ഉണ്ട്. ആ ഒന്ന് ഏതായിരുന്നു? സ്വത്തിലേക്കുള്ള അവകാശമായിരുന്നു. ആർട്ടിക്കിൾ 31 സ്വത്തിലേക്കുള്ള അവകാശം. നോക്കൂ, 1978 44ാമത്തെ ഭേദഗതി നിയമം മുഖേന സ്വത്തിലേക്കുള്ള അവകാശത്തിനെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ഇപ്പൊ നിലവിൽ എത്ര മൗലിക അവകാശങ്ങളാണ്? 6 മൗലിക അവകാശങ്ങളാണുള്ളത്. അപ്പൊ ഇപ്പൊ എത്രയാണ്? 6 മൗലിക അവകാശങ്ങൾ. ഇത് പഠിച്ചിരിക്കുക കേട്ടോ. സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി എത്രയാണ്? 1978 44ാമത്തെ ഭേദഗതി. 44 ഈ വർഷം കൺഫ്യൂഷൻ ആണെങ്കിൽ 4 4 8 അല്ലെ? ആ 8 എന്നുള്ളത് ഇവിടെ കണക്ട് ചെയ്യുക കേട്ടോ. 1978 44ാം ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്തത്? സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്തത്. ഓക്കെ ആണല്ലോ? ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നന്നായിട്ടൊന്ന് നോക്കാം കേട്ടോ. മൗലിക അവകാശങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാന്നുള്ളത് ഓരോ പോയിന്റ്, ഓരോ വരിയും നല്ല രീതിയിൽ ശ്രദ്ധ കൊടുത്തിട്ട് വായിക്കണം കേട്ടോ. എന്തെങ്കിലും പറഞ്ഞിട്ട് വെറുതെ ഇതൊക്കെ എനിക്ക് അറിയാം എന്നുള്ളൊരു രീതിയിൽ പോയത് എക്സാം ഹാളിൽ പോകുമ്പോൾ നമുക്കൊന്നും അറിയില്ല. എന്തൊക്കെ നോക്കൂ. ഒന്നാമത്തെ നോക്കിക്കേ, മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭ്യമാകൂ. മറ്റുള്ളവ പൗരന്മാരോ വിദേശികളോ കോർപ്പറേഷനുകളോ കമ്പനികളോ പോലുള്ള നിയമപരമായ വ്യക്തികളോ ആകട്ടെ എല്ലാവർക്കും ലഭ്യമാണ്. ഒന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്?
ചിലത് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാ പൗരന്മാർക്കും, നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്നത്. എല്ലാ മൗലികാവകാശങ്ങളും എന്ത് ചെയ്യും, നമ്മുടെ ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാകും. എന്നാൽ മറ്റുള്ള പൗരം, വിദേശികളോ കോർപ്പറേഷനുകളോ കമ്പനികളോ നിയമപരമായ വ്യക്തികളോ ആകട്ടെ, അത് ചില മൗലികാവകാശങ്ങൾ എന്താണ്, എല്ലാവർക്കും ലഭ്യമാണ്. മനസ്സിലായല്ലോ? മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭ്യമാകൂ. മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭ്യമാകൂ. മറ്റുള്ളവ എന്താണ്, പൗരന്മാരോ വിദേശികളോ കോർപ്പറേഷനുകളോ കമ്പനികളോ പോലുള്ള നിയമപരമായ വ്യക്തികളോ ആകട്ടെ എല്ലാവർക്കും ലഭ്യമാണ്. 2, മൗലിക അവകാശങ്ങൾ പരിപൂർണമോ, ഈ വാക്കുകൾ ശ്രദ്ധിക്കണം, പരിപൂർണമോ സമ്പൂർണമോ അനിയന്ത്രിതമോ അല്ല. മൗലികാവകാശങ്ങൾ ഒരിക്കലും പരിപൂർണമല്ല, സമ്പൂർണമല്ല, പിന്നെയോ അനിയന്ത്രിതമല്ല. പരിപൂർണമോ സമ്പൂർണമോ അനിയന്ത്രിതമോ അല്ല. നോക്കൂ, അവ വ്യവസ്ഥാവിധേയമാണ്. അവയ്ക്കുമേൽ ഗവൺമെന്റിന് യുക്തിപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. ഗവൺമെന്റിന്റെ ഇത്തരം നിയന്ത്രണങ്ങൾ ന്യായമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കോടതികളാണ്. ശ്രദ്ധിക്കണം, ഗവൺമെന്റിന് എന്ത് ചെയ്യാം, മൗലികാവകാശങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, യുക്തിപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഒരു മൗലികാവകാശം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് പലതും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യും, ഗവൺമെന്റ് അതിന് നിയന്ത്രണം ഏർപ്പെടുത്തും, ഇല്ലേ? അപ്പൊ എനിക്ക് ഓരോരുത്തരൊന്നും ചെയ്യാൻ കണ്ടില്ലേ, ഓരോരോ കുറ്റകൃത്യങ്ങളൊക്കെ നമുക്ക് നടക്കുന്നത് കാണാമല്ലോ. അപ്പൊ അതൊക്കെ എന്താണ്, ഒരു മൗലികാവകാശമാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യും, ഗവൺമെന്റ് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, യുക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റ് എടുത്തിരിക്കും. അപ്പോൾ ഗവൺമെന്റിന്റെ ഇത്തരം നിയന്ത്രണങ്ങൾ ന്യായമാണോ, ആ നിയന്ത്രണം എന്ത് ചെയ്യും, ന്യായമാണോ അല്ലയോ എന്നുള്ളത് നമ്മുടെ കോടതിയാണ് തീരുമാനിക്കുന്നത്. ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയുള്ള പൗരന്റെ സംരക്ഷണ കവചമായി മൗലികാവകാശങ്ങൾ നിലകൊള്ളുന്നു. ഒരിക്കലും ഭരണകൂടം എന്ത് ചെയ്യാൻ പാടില്ല, അവർ രാജ്യം ഭരിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൗരന് നേരെ എന്ത് ചെയ്യാൻ പാടില്ല, ഏകപക്ഷീയമായി, അതായത് നിങ്ങൾക്കൊരു നിയമം എനിക്കൊരു നിയമം, അത് പാടില്ല, നിങ്ങൾക്കും എനിക്കും എന്തായിരിക്കണം, ഒരേ നിയമമായിരിക്കണം. അങ്ങനെ ഒരിക്കലും ഒരാൾക്ക് എന്ന് പറഞ്ഞിട്ട് ഏകപക്ഷീയമായ നടപടികൾ എന്തെടുക്കാൻ പാടില്ല, സർക്കാർ എടുക്കാൻ പാടില്ല. അവയിൽ ചിലത് സ്വകാര്യ വ്യക്തികളുടെ നടപടിക്കെതിരെയും ലഭ്യമാണ്. മൗലിക അവകാശങ്ങളിൽ ചിലത് നെഗറ്റീവ് സ്വഭാവമുള്ളവയാണ്. അവ ഭരണ സംവിധാനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളെ പരിമിതപ്പെടുത്തുന്നു. അതായത് ചില മൗലികാവകാശങ്ങൾ എന്താണ്, അതൊരു നെഗറ്റീവ് സ്വഭാവമാണ്. കാരണം ഗവൺമെന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്, അവിടെ ഭരണഘടനയിൽ അത് എഴുതി ചേർത്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അതെന്താണ്, അത് സർക്കാരെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, ഒരു നെഗറ്റീവാണ്, അല്ലേ? സർക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു നെഗറ്റീവാണ്. മറ്റു ചിലത് പോസിറ്റീവാണ് കേട്ടോ. പോസിറ്റീവ് ചില സ്വഭാവങ്ങളാണ്. ഇവ വ്യക്തികൾക്ക് ചില പ്രത്യേക അവകാശങ്ങൾ നൽകുന്നു. അപ്പൊ മനസ്സിലാക്കുക, മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് നെഗറ്റീവ് സ്വഭാവവും പോസിറ്റീവ് സ്വഭാവവും ചേർന്നിട്ടുള്ളതാണ്. മനസ്സിലാക്കല്ലോ? അപ്പൊ ഒരിക്കലും പരിപൂർണമല്ല, സമ്പൂർണമല്ല, അനിയന്ത്രിതമല്ല, നെഗറ്റീവ് സ്വഭാവമുള്ളവയാണ്, പോസിറ്റീവ് സ്വഭാവമുള്ളവയാണ്. മനസ്സിലായല്ലോ? ഇനി 5 നോക്കൂ, മൗലിക അവകാശങ്ങൾ ന്യായീകരിക്കാവുന്നതാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെ? നമുക്ക് കോടതിപരമായിട്ട് എന്ത് ചെയ്യാം, മൗലിക അവകാശങ്ങൾ നേടിയെടുക്കാം. മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാനും മൗലിക അവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ നേരിട്ട് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും ജില്ലാ കോടതികളിലൊന്നും പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് സമീപിക്കേണ്ട കോടതികൾ ഏതൊക്കെയാണ്? ഹൈക്കോടതിയും സുപ്രീം കോടതിയുമാണ്. മനസ്സിലാക്കണം കേട്ടോ. മൗലികാവകാശങ്ങളെ സംബന്ധിച്ച് നമുക്ക് തീരുമാനങ്ങൾ കിട്ടണമെങ്കിൽ, നല്ല അനുകൂലമായിട്ടുള്ള ഒരു വിധി കിട്ടണമെങ്കിൽ എവിടെ പോകണം? മൗലികാവകാശങ്ങൾക്ക് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ മാത്രമേ പറ്റൂ കേട്ടോ. സാധാരണ നിയമം കൊണ്ട് പാർലമെന്റിന് തടയാൻ കഴിയുന്ന ഒന്നല്ല മൗലികാവകാശം. മനസ്സിലായോ? സാധാരണ നിയമം കൊണ്ട് പാർലമെന്റിന് തടയാൻ കഴിയുന്ന ഒന്നല്ല മൗലികാവകാശം. അതിന് ഭരണഘടനാ ഭേദഗതി വേണ്ടിവരും. ഇനി മൗലികാവകാശങ്ങളിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പാർലമെന്റിന് കുറച്ചു പേരുടെ അഭിപ്രായം കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്താൻ
വരുത്താൻ കഴിയില്ല. അതിന് എന്ത് വേണം? ഭരണഘടന ഭേദഗതി ചെയ്യണം. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കാത്ത വിധത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? പാർലമെന്റ് മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത്. അപ്പോൾ എന്തെങ്കിലും മൗലികാവകാശങ്ങൾ, ഏതെങ്കിലും ഒരു മൗലികാവകാശത്തിൽ പാർലമെന്റിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതി ചെയ്തേ തീരൂ. ഓക്കെ, അതും ആ ഭേദഗതിയിലൂടെ ചെയ്യുന്ന സമയത്താണെങ്കിലും അതിന്റെ എന്താണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? ബാധിക്കാൻ പാടില്ല. എങ്ങനെ മാത്രമേ പാർലമെന്റിന് മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താനായിട്ട് സാധിക്കുള്ളൂ. ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റിന് ആർട്ടിക്കിൾ 20, 21 ഒഴിച്ചിട്ടുള്ള മൗലികാവകാശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താം. ഓക്കെ, എന്റെ ഫോട്ടോ ഉള്ളത് കൊണ്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലേ? ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ദേശീയ അടിയന്തരാവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാം എന്ന് പറഞ്ഞു അല്ലെ? ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏതൊക്കെയാണ് നോക്കൂ? ആർട്ടിക്കിൾ 20ഉം 21 ട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ 20, 21 ഒഴിച്ചിട്ടുള്ള മൗലികാവകാശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താവുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആർട്ടിക്കിൾ 19 പറയുന്നുണ്ട് 6 മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ? അങ്ങനെ 6 മൗലിക സ്വാതന്ത്ര്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, നിയന്ത്രണം ഏർപ്പെടുത്തണമെങ്കിൽ യുദ്ധമോ വിദേശ അധിനിവേശം പോലുള്ള കാര്യങ്ങളായിരിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് ഏത് മാത്രമേ പാടുള്ളൂ? 20ഉം 21ഉം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റുള്ളൂ. ദേശീയ അടിയന്തരാവസ്ഥ, ശ്രദ്ധിക്കണം, പോയിന്റ് ശ്രദ്ധിക്കണം. ദേശീയ അടിയന്തരാവസ്ഥ കാലഘട്ടത്ത് മൗലികാവകാശങ്ങളിൽ നിയന്ത്രണം ഏതിനു മാത്രമേ ഏർപ്പെടുത്താൻ പറ്റുള്ളൂ? 20ഉം 21ഉം. ഓക്കെ, ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റിന് ആർട്ടിക്കിൾ 20, 21 ഒഴിച്ചിട്ടുള്ള മൗലികാവകാശങ്ങൾ 20ഉം 21ലും തൊട്ട് കളിക്കരുത്. ഓക്കെ, 20ഉം 21ലും എന്ത് ചെയ്യാൻ പാടില്ല? തൊട്ട് കളിക്കാൻ പാടില്ല. 20, 21 വെച്ചിട്ടുള്ള മൗലികാവകാശങ്ങള് നിയന്ത്രണം ഏർപ്പെടുത്താവുന്നതാണ്. അപ്പൊ 20ലും 21ലും ഒക്കെ എന്താ പറയുന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ 20ഉം 21ലും ഡോണ്ട് ടച്ച്. മനസ്സിലായല്ലോ? ഇനി 19 മൗലിക സ്വാതന്ത്ര്യം, 6 മൗലിക സ്വാതന്ത്ര്യം തരുന്നുണ്ട് അല്ലെ? നമുക്ക് ഈ 6 മൗലിക സ്വാതന്ത്ര്യത്തില് ഈ 19 എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്താണ്? യുദ്ധമോ വിദേശ അധിനിവേശമോ പോലുള്ള സമയത്ത് മാത്രമേ, നമ്മളിപ്പോ ഇന്ത്യ രാജ്യത്ത് വല്ല യുദ്ധങ്ങളോ അല്ലെങ്കിൽ വിദേശ ആക്രമണങ്ങളോ ഒക്കെ നേരിടുന്ന സമയത്ത് മാത്രമേ ഈ 19 തൊട്ട് കളിക്കാൻ പാടുള്ളൂ. ഓക്കെ, 20ലും 21ലും നമ്മൾ പഠിച്ചാൽ മതി. 20, 21 ഡോണ്ട് ടച്ച്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യാം? ഓരോന്നോരോന്നായിട്ട് പഠിക്കാം കേട്ടോ. ഇനി നമുക്ക് ആർട്ടിക്കിൾ 12 മുതൽ 12 to 35 വരെ അല്ലേ? അപ്പൊ ഈ 12ല് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം കേട്ടോ. സ്റ്റേറ്റ് എന്നതിന്റെ നിർവചനമാണ്. എന്താണ്? സ്റ്റേറ്റ് എന്നതിന്റെ നിർവചനമാണ് എന്ത് പറയുന്നത്? ആർട്ടിക്കിൾ 12ല് പറയുന്നത് കേട്ടോ. ആർട്ടിക്കിൾ 12ല് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വ്യവസ്ഥകളിൽ സ്റ്റേറ്റ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് എന്നാൽ എന്താണ് ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്? കേന്ദ്രമന്ത്രിസഭയും. എന്താണ് നോക്കൂ, എന്താണ് ഒരു രാജ്യം എന്ന് പറയുന്നത്? കേന്ദ്രമന്ത്രിസഭയും പാർലമെന്റും സംസ്ഥാന മന്ത്രിസഭയും നിയമസഭയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നതാണ് ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് അല്ലെ? ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാഷ്ട്രം പറഞ്ഞാൽ എന്താണ്? കേന്ദ്രമന്ത്രിസഭയുണ്ട്, പാർലമെന്റുണ്ട്, സംസ്ഥാന മന്ത്രിസഭയുണ്ട്, നിയമസഭയുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, സർക്കാരിന്റെ സ്ഥാപനങ്ങളും അർദ്ധ സർക്കാരിന്റെ സ്ഥാപനങ്ങളും അതൊക്കെ ഉൾപ്പെടുന്നതാണ് എന്ത്? നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത് അല്ലെ? അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി, നോൺ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികളും ഉൾപ്പെടുന്നുണ്ട് അല്ലെ? നമ്മളൊക്കെ കമ്മീഷൻസ് ഒക്കെ പഠിക്കുന്ന പറയല്ലേ, ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ? നോക്കൂ, അതിന് ഉദാഹരണങ്ങളൊക്കെ നോക്കൂ. ഇതാണ്ട് LIC, ONGC, സെയിലൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടോ? സ്റ്റാറ്റ്യൂട്ടറി, നോൺ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികളൊക്കെ ഇതിൽപ്പെടുന്നു. അതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങൾ പോലും എന്ത് ചെയ്യും? സ്റ്റേറ്റിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നുവെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. നാളെ ഒരു എക്സാമിന് വരികയാണെങ്കിൽ ശ്രദ്ധിക്കണേ. സ്വകാര്യ സ്ഥാപനങ്ങൾ പോലും എന്താണ്? സ്റ്റേറ്റ്സിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നുവെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ ഇവയുടെ പ്രവർത്തനങ്ങളാൽ മൗലികാവകാശം ലംഘിക്കപ്പെട്ടാൽ ഇവയിൽ ഏതിനെതിരെയും നിയമസഹായം തേടാവുന്നത്. ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് നോക്കാം. അപ്പൊ ആർട്ടിക്കിൾ 12 എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ? എന്താണ് ഒരു രാഷ്ട്രം എന്താണ് എന്നുള്ളത്, സ്റ്റേറ്റ് എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുന്നു? ആർട്ടിക്കിൾ 12 പറയുന്നു. ഇനി ആർട്ടിക്കിൾ 13 നോക്കൂ. എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂ അതായത് നീതിന്യായ പുനഃപരിശോധന. പാർലമെന്റോ, ശ്രദ്ധിക്കണം, ഓരോ പോയിന്റും ശ്രദ്ധിക്കണം കേട്ടോ. പാർലമെന്റോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളോ പാസാക്കുന്ന
നിയമങ്ങളോ സർക്കാരിന്റെ ഉത്തരവുകളോ മൗലികാവകാശത്തെ ഹനിക്കുകയാണെങ്കിൽ അവയെ അസാധുവാക്കാനുള്ള അധികാരമാണ് ആർക്കുണ്ട്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമുണ്ട്. ഓക്കെ ആണല്ലോ. എന്താണ്? പാർലമെന്റോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളോ പാസാക്കുന്ന നിയമങ്ങളോ സർക്കാരിന്റെ ഉത്തരവുകളോ എന്ത് ചെയ്യാണ്? ഈ ഫണ്ടമെന്റൽ റൈറ്റിനെ ഹനിക്കുകയാണെങ്കിൽ അവയെ അസാധുവാക്കാനുള്ള അധികാരം ആർക്ക് മാത്രമാണ്? സുപ്രീം കോടതിക്ക് ഹൈക്കോടതിക്കുമാണ്. എങ്ങനെയാണ് അവരെ അതിനുള്ള അധികാരം എന്ന് പറയുന്നത്? അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിലൂടെയാണ് പറഞ്ഞത്. അപ്പൊ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചുള്ള അധികാരം ഏതാണ്? ആർട്ടിക്കിൾ 32 ഹൈക്കോടതിയുടെ ആർട്ടിക്കിൾ റിട്ട് അധികാരം പുറപ്പെടുവിക്കാനുള്ളത് ഏത് ആർട്ടിക്കിളാണ്? 226. വെരി ഇമ്പോർട്ടന്റ് ആണ്. കൂട്ടുകാരൊന്ന് പഠിച്ചു പോകണം കേട്ടോ. സുപ്രീം കോടതിയെ കുറിച്ച് പറയുന്നത് ഏതാണ്? സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം 32ഉം ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം 226. അപ്പൊ നമുക്ക് ഈ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിൽ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ റിട്ട് പുറപ്പെടുവിക്കുന്ന അധികാരം ആർക്ക് തന്നെയാണ്? അത് നമ്മൾ വിചാരിക്കും സുപ്രീം കോടതിക്കാണ്, വിചാരിക്കും. അല്ല, ഹൈക്കോടതിക്കാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണ്? ഹൈക്കോടതിക്കാണ്. അതൊരു പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ജുഡീഷ്യൽ റിവ്യൂ. അപ്പൊ നമ്മൾ 13 ജുഡീഷ്യൽ റിവ്യൂ അല്ലേ പഠിക്കുന്നത്? ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഭരണഘടനയിൽ നിന്നാണ്. അപ്പൊ നമ്മളിപ്പോ ഏതൊക്കെ പറഞ്ഞു? മൗലികാവകാശങ്ങൾ പറഞ്ഞു അല്ലെ. മൗലികാവകാശം കടമെടുത്തിരിക്കുന്നത് USA നിന്നാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചിട്ടും പറയുന്നത് എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? നമ്മുടെ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയവും കടമെടുത്തിരിക്കുന്നത്. ഇത് 2 പോയിന്റ് പഠിച്ചല്ലോ, മറക്കില്ലല്ലോ. ഓക്കെ. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, ഒരു പോയിന്റ് പറഞ്ഞല്ലേ, ഹൈക്കോടതിക്കാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം കൂടുതൽ എന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന പദം എവിടെ പറയുന്നില്ല? ഭരണഘടനയിൽ പറയുന്നില്ല കേട്ടോ. ഭരണഘടനയിൽ ഒരിടത്തും ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന പദം എന്ത് ചെയ്തിട്ടില്ല? കൂട്ടിച്ചേർത്തിട്ടില്ല. അത് ശ്രദ്ധിക്കണം കേട്ടോ. ആർട്ടിക്കിൾ 13 പ്രകാരം ഭരണഘടനാ ഭേദഗതിയെ ആർട്ടിക്കിൾ 13 പ്രകാരം ഭരണഘടനാ ഭേദഗതിയെ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അതായത് ഒരു ഭരണഘടനാ ഭേദഗതി ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ? ഒരു 10 പേര് ഒത്തുകൂടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നോക്കൂ, ഭരണഘടനാ ഭേദഗതിയെ നിയമ നടപടിയിലൂടെ അസാധുവാക്കാൻ സാധാരണഗതിയിലൊന്നും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല? ആദ്യമൊന്നും അതിന് സാധ്യമായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കേശവാനന്ദ ഭാരതി കേസ് ശ്രദ്ധിക്കണം. കേശവാനന്ദ ഭാരതി കേസ് 1973 1973 ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമായ ഒരു മൗലികാവകാശത്തെ ലംഘിക്കുന്നുവെങ്കിൽ ഭരണഘടനാ ഭേദഗതിയും കോടതിക്ക് പുനഃപരിശോധിക്കാനായിട്ട് കഴിയും. മനസ്സിലായോ? അതായത് ഒരു മൗലിക അവകാശത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നുണ്ടെങ്കിൽ, ഭരണഘടനാ ഭേദഗതി ചെയ്യുന്ന സമയത്ത് ആ ഭരണഘടനയുടെ അന്തസ്സത്തയെ എന്തെങ്കിലും ബാധിക്കുന്ന തരത്തിൽ അവിടെ ഭരണഘടനാ ഭേദഗതി ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഭരണഘടനാ ഭേദഗതിയും എന്ത് തന്നെയാണ്? കോടതിക്ക് പുനഃപരിശോധിക്കാൻ കഴിയും. അപ്പൊ ഭരണഘടനാ ഭേദഗതിയും എന്ത് തന്നെയാണ്? കോടതിക്ക് പുനഃപരിശോധിക്കാൻ കഴിയുന്നതാണ്. അത് നിയമത്തിന് മുന്നിൽ വരുന്നത് തന്നെയാണ്. ഏതു പ്രകാരം മൂലമാണ് ഇത് വന്നത്? 1973 കേശവാനന്ദ ഭാരതി കേസ്. 1973 കേശവാനന്ദ ഭാരതി കേസ് മുഖേനയാണ് ഭരണഘടനാ ഭേദഗതിയും നിയമത്തിന് മുന്നിൽ വന്നത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. കേന്ദ്രവും സംസ്ഥാനങ്ങളും സംബന്ധിച്ച വിഷയത്തിൽ കോടതിക്ക് നീതിന്യായ പുനഃപരിശോധനാധികാരം ഉപയോഗിക്കാം. ഇനി ഇതൊക്കെ ഇവിടെ നിന്നുള്ളതാണ്. നമ്മുടെ തുല്യത SCERT ഉണ്ട് അല്ലെ. ഇതേ പോയിന്റ് തന്നെയാണ് ഇതിൽ പറയുന്നത്, NCERT-യിലും വരുന്നത്. നമുക്ക് പഠിക്കാൻ എളുപ്പം ഏത് തന്നെയാണ്? നമ്മുടെ തുല്യതാ പാഠബുക്കുകൾ തന്നെയാണ്. അപ്പൊ SCERT തുല്യതാ പാഠബുക്കിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ പോയിന്റ് തന്നെയാണ്, ഒരു പോയിന്റും അതിൽ വ്യത്യാസമില്ല NCERT-യിൽ. പിന്നെ നമ്മൾ മൗലികാവകാശങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഒരു സീരീസ്, റാങ്ക് മേക്കിംഗ് സീരീസ് കൊണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, NCERT ഒക്കെ ബേസ് ചെയ്തിട്ട്. അപ്പൊ എന്ത് ചെയ്തു? ഞാനത് അതൊക്കെ വായിച്ച സമയത്ത് രണ്ടും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്കെപ്പോഴും വായിക്കാൻ എന്താണ്? സിമ്പിൾ ആയിട്ട് തോന്നണം അല്ലെ, ഒരു ടഫായിട്ട് വരാൻ പാടില്ല അല്ലെ. അപ്പൊ ആ മൗലികാവകാശങ്ങളിൽ നിന്ന് NCERT-യിലെയും അതുപോലെ തന്നെ തുല്യതാ പാഠപുസ്തകങ്ങളിലെയും +1 +2 ഒക്കെ തുല്യതാ പാഠപുസ്തകത്തിൽ നിന്നുള്ളതാണ് മൗലികാവകാശങ്ങളെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടോ. അത് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് പഠിച്ചു നോക്കാം.
മൗലികാവകാശങ്ങൾ മറ്റു സാധാരണ അവകാശങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അതായത് ഭരണഘടന ഉറപ്പു നൽകുന്നതും ജുഡീഷ്യറി സംരക്ഷിക്കുന്നതുമായ അവകാശമാണ് മൗലികാവകാശങ്ങൾ. നമ്മൾ പറഞ്ഞു അല്ലേ, മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് കോടതി പോയിട്ട് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നതാണ്. മൗലികാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. കണ്ടോ, മൗലിക അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. മൗലിക അവകാശങ്ങളുടെ പ്രസക്തി മനസ്സിലാക്കിയ ദേശീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർ അവകാശങ്ങൾ നേടിത്തരുവാൻ പരിശ്രമിച്ചു. മൗലികാവകാശങ്ങൾ അനുവദിക്കണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് 1928 നെഹ്റു കമ്മിറ്റി ആയിരുന്നു. ശ്രദ്ധിക്കണേ, മൗലികാവകാശങ്ങൾ അനുവദിക്കണമെന്ന് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് 1928. ശ്രദ്ധിക്കണം, 1928 നെഹ്റു കമ്മിറ്റി ആയിരുന്നു. 1928 നെഹ്റു കമ്മിറ്റി ആയിരുന്നു. മൗലിക അവകാശങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. നോക്കൂ, ഗവൺമെന്റിന്റെ ഏകാധിപത്യ പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റു സ്വകാര്യ പൗരന്മാരുടെ അവകാശ നിഷേധങ്ങളിൽ നിന്നും വ്യക്തികളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും സംരക്ഷിക്കുക, പൗരന്മാരുടെ വ്യക്തിത്വ വികസനം ഉറപ്പുവരുത്തുക, ജനാധിപത്യ വിജയം ഉറപ്പുവരുത്തുക. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ജനാധിപത്യം, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, അയ്യോ ഞാൻ ആ ഭാഗം എൻസിആർടി വായിച്ചിട്ടില്ലല്ലോ, തുല്യത പാഠബുക്കിൽ ഇതൊന്നും വായിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതൊരു എന്താണ്, ആ ഒരു സംശയം പിന്നീട് വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും പറഞ്ഞത് തന്നെ എന്ത് ചെയ്യുന്നത്, പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ മൗലിക അവകാശങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു നോക്കൂ. എന്തൊക്കെയാണ്? വ്യക്തികളുടെ ഇല്ലേ ന്യൂനപക്ഷ വിഭാഗങ്ങളെയൊക്കെ സംരക്ഷിക്കുക, പൗരന്മാരുടെ വ്യക്തിത്വ വികസനം ഉറപ്പുവരുത്തുക, ജനാധിപത്യ വിജയം ഉറപ്പുവരുത്തുക തുടങ്ങിയവയ്ക്ക് എന്താണ് മൗലികാവകാശങ്ങളുടെ ലക്ഷ്യങ്ങളാണ്. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ 3-ാം ഭാഗത്ത് 12 മുതൽ 35 വരെ വകുപ്പുകളിൽ പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 6 മൗലികാവകാശങ്ങൾ താഴെ കൊടുക്കുന്നു. നോക്കുക, ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓരോന്ന് സ്വാതന്ത്ര്യത്തിനുള്ള സമത്വം ഇതൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് അറിയണം. അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഭാഗം 3 ഏതൊക്കെയാണ്? സമത്വാവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഇതില് സമത്വത്തിനുള്ള അവകാശം 14 മുതൽ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിലെന്താ നോക്കൂ, സമത്വത്തിനുള്ള അവകാശം ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കും മൗലികമായിട്ടുള്ളതാണ്. അത് ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനമാകുന്നു. ഈ അവകാശങ്ങൾ ഇല്ലാതെ മറ്റവകാശങ്ങൾ അർത്ഥശൂന്യങ്ങളാണ്. കണ്ടോ, സമത്വത്തിനുള്ള അവകാശം ഇല്ലാതെ വേറെ എന്ത് മൗലികാവകാശം കൊടുത്തിട്ടും കാര്യമില്ല എന്നാണ് പറയുന്നത്. ഭരണഘടനയുടെ 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുന്ന ആദ്യത്തെ മൗലികാവകാശമാണിത്. ആദ്യത്തെ മൗലികാവകാശമാണ് ഇത്, സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം എന്നതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ഉദ്ദേശിച്ച പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്? സമത്വം എന്ന് പറയുന്നത്, നിയമത്തിന് മുന്നിൽ സമത്വം വേണം. വേണ്ടേ? നിങ്ങൾക്കൊരു നിയമം, എനിക്കൊരു നിയമം, മറ്റുള്ളവർക്കൊരു നിയമം, പാടുമോ? പല്ല. നിയമം മുഖേന തുല്യ സംരക്ഷണം. നിയമത്തിന് മുന്നിൽ തുല്യ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം. വിവേചനത്തിൽ നിന്നും സംരക്ഷണം. വേണ്ടേ? വിവേചനം പാടുമോ? പാടില്ല. അവസര സമത്വം, എല്ലാവർക്കും ഒരേ അവസരം കൊടുക്കണ്ടേ? വേണം. അയിത്ത നിർമാർജനം, പിന്നെ ബഹുമതികൾ റദ്ദാക്കൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? സമത്വത്തിൽ വരുന്നത്. നിയമത്തിന് മുന്നിൽ സമത്വം 14 മുതൽ 18 വരെ വരുന്ന ആർട്ടിക്കിൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം, വിവേചനത്തിൽ നിന്നും സംരക്ഷണം, അവസര സമത്വം, അയിത്ത നിർമാർജനം, ബഹുമതികൾ ഒഴിവാക്കൽ. ഇനി എന്താണ് ഇതിൽ ഓരോന്നോരോന്ന് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം 14-ാം വകുപ്പാണ് കേട്ടോ. 14-ാം വകുപ്പിലാണ് നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം. 14 മുതൽ 18 വരെയാണല്ലോ പറയുന്നത്. 14 മുതൽ 18 വരെയല്ലേ സമത്വത്തിനുള്ള അവകാശം. അതിൽ 14 വരുന്നതാണ് ഏത്? നിയമത്തിന് മുന്നിൽ സമത്വവും നിയമം മുഖേന തുല്യ സംരക്ഷണവും. ഭരണഘടനയിലെ 14-ാം വകുപ്പ് ഇപ്രകാരം പറയുന്നു: ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്കും നിയമത്തിന് മുന്നിൽ സമത്വവും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണവും നിഷേധിക്കരുത്. കണ്ടോ, നിയമത്തിന് മുന്നിൽ സമത്വം എന്നത് ബ്രിട്ടീഷ് പൊതു നിയമത്തിന്റെ ആശയമാണ്. അപ്പൊ നിയമത്തിന് മുന്നിൽ സമത്വം എന്നുള്ളത് ഏത് രാജ്യത്തിൻ്റെതാണ്? ബ്രിട്ടീഷും. പിന്നെയോ നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം എന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആശയമാണ്. പഠിക്കുക. നിയമത്തിനു മുൻപിൽ ഏതാണ്?
സമത്വം അല്ലെ, നിയമത്തിന് മുന്നിൽ സമത്വം ഏതാണ്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. നിയമത്തിന് മുന്നിൽ തുല്യ സംരക്ഷണം ഏതാണ്? സംരക്ഷണം വരുന്ന സമയത്ത് അത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണെന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഈ രണ്ട് ആശയങ്ങളെയും പദവിയുടെയും അവസരത്തിന്റെയും കാര്യത്തിൽ പൗരന്മാർക്ക് സമത്വം ഉറപ്പു നൽകുന്നു. ഇനി അടുത്തത് 15-ാം വകുപ്പ് നോക്കാം. 14-ാം വകുപ്പ് എന്താന്നുള്ളത് മനസ്സിലായല്ലോ. നിയമത്തിന് മുന്നിൽ സമത്വവും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണവുമാണ് 14-ാമത്തെ വകുപ്പിൽ. നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും, നിയമത്തിന് മുന്നിലുള്ള സമത്വം എന്നുള്ളത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുമാണ്. ഇനി വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് 15-ാമത്തെ വകുപ്പ് പറയുന്നത്. ഭരണഘടനയുടെ 15-ാം വകുപ്പ് മതം, വർഗം, ജാതി, ലിംഗം, ജന്മദേശം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്നു. ഗാന്ധിജിയുടെ സാമൂഹ്യ സമത്വ സിദ്ധാന്തം ആവിഷ്കരിക്കുകയാണ് ഈ അവകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കടകൾ, ഹോട്ടലുകൾ, പൊതുഭക്ഷണശാലകൾ, പൊതുവിനോദ സ്ഥലങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ധനം ഉപയോഗിച്ച് സംരക്ഷിക്കുന്ന പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഒരു വ്യക്തിക്കും പ്രവേശനം നിഷേധിക്കരുത്. ഒരിക്കലും ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ ലിംഗത്തിന്റെയോ പേര്, ജന്മദേശത്തിന്റെ പേരിൽ ഒന്നിലും എന്ത് പാടില്ല? വിവേചനം പാടില്ല എന്നുള്ളതാണ് ഏത് പറയുന്നത്? 15-ാമത്തെ വകുപ്പ് പറയുന്നത്. 16-ാമത്തെ വകുപ്പ് പറയുന്നത് അവസര സമത്വമാണ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് 14 മുതൽ 18 വരെയാണ്. 14ഉം 15ഉം പറഞ്ഞു. 16 എന്താണ്? അവസര സമത്വമാണ്. ഭരണഘടനയുടെ 16-ാം വകുപ്പ് സർക്കാർ ജോലിയുടെ കാര്യത്തിൽ പൗരന്മാർക്ക് അവസര സമത്വം നൽകുന്നു. ഏതോ അല്ലെ. രാഷ്ട്രത്തിന്റെ കീഴിൽ വരുന്ന ഏത് സ്ഥാപനത്തിലേക്കുള്ള തൊഴിലിനും നിയമനത്തിനും ഇത് ബാധകമാണ്. അതേസമയം സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗങ്ങൾക്കും അനുകൂലമായി നിയമനത്തിൽ സംവരണം ഏർപ്പെടുത്തുന്നതിന് നിയമം ഉണ്ടാക്കാൻ 16-ാം വകുപ്പ് രാഷ്ട്രത്തിന് അധികാരം നൽകുന്നു. അതായത് എല്ലാവർക്കും അവസര സമത്വം ഉറപ്പാക്കുന്നുണ്ട് എങ്കിലും ഭരണഘടനയിൽ പ്രത്യേകം പറയുന്നുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അനുകൂലമായിട്ട് എന്ത് ചെയ്യാം? അവസര സമത്വം ഏർപ്പെടുത്താം. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പൊ നമുക്ക് അറിയാലോ അല്ലെ, അപ്പൊ അവർക്ക് കുറച്ച് മാർക്ക് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം? ലിസ്റ്റിൽ കയറാം അല്ലെ. കുറച്ച് മാർക്കാണെങ്കിലും ഒരു സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നാൽ പോലും അവരെ എടുക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഒരു കോളേജ് വിദ്യാഭ്യാസം ആണെങ്കിലും അവർക്ക് ഇപ്പൊ അത്ര A+ ഇല്ലെങ്കിലും മാർക്കില്ലെങ്കിലും എന്താണ് അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി അവിടെ എന്ത് പറയുന്നുണ്ട്? അവസര സമത്വം ഭരണഘടനയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. ഇനി അയിത്ത നിർമ്മാർജ്ജനം. ഭരണഘടനയുടെ 17-ാം വകുപ്പ് അയിത്താചാരം നിരോധിക്കുന്നു. 1900 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1955 അയിത്ത വിരുദ്ധ നിയമപ്രകാരം അയിത്താചരണം ശിക്ഷാർഹമാണ്. അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് നിലവിൽ വന്നത് 1955. പഠിച്ചോളൂ. 1955 അയിത്ത വിരുദ്ധ നിയമം കേട്ടോ. ഇനി 18-ാമത്തെ വകുപ്പാണ് ബഹുമതികൾ ഒഴിവാക്കൽ. പട്ടാള ബഹുമതികളും വിദ്യാഭ്യാസ ബഹുമതികളും ഒഴിച്ചിട്ടുള്ള ബഹുമതികൾ നൽകുന്നതിൽ നിന്ന് 18-ാം വകുപ്പ് രാഷ്ട്രത്തെ വിലക്കുന്നു. അപ്പൊ ഏതൊക്കെ പാടും? പട്ടാള ബഹുമതി നമ്മൾ പറയാറുണ്ട്, കേണൽ, മേജർ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അതുപോലെ വിദ്യാഭ്യാസ ബഹുമതികളും ഒഴിച്ചിട്ടുള്ള അല്ലെ, നമ്മൾ ഡോക്ടേഴ്സിന്റെ പേര് പറയാറുണ്ട് അല്ലെ, MBBS എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും പറയാറുണ്ട് അല്ലെ. അങ്ങനെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ അനുമതി കൂടാതെ ഒരു ഇന്ത്യൻ പൗരനും ഏതെങ്കിലും വിദേശ രാഷ്ട്രത്തിൽ നിന്ന് ഏതെങ്കിലും ബഹുമതി സ്വീകരിക്കരുത്. കണ്ടോ? ഏതെങ്കിലും വിദേശ രാഷ്ട്രത്തിൽ നിന്ന് ഒരു ബഹുമതിയും ആരുടെ അനുമതി ഇല്ലാതെ സ്വീകരിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പോയിന്റ് വരുന്ന സമയത്ത്, സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഒന്ന് ആലോചിക്കില്ലേ? ഒരു സ്റ്റേറ്റ്മെന്റ് 4 സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് ആലോചിക്കും. അപ്പൊ നമുക്ക് അയ്യോ അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ ഇവിടുത്തെ നിന്നൊക്കെ വരുന്ന സമയത്തോ ഇവിടെ രാഷ്ട്രപതി ഒക്കെ നമുക്ക് അവിടെ വാങ്ങിച്ചിട്ട് അല്ല. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അനുമതി കൂടാതെ ഒരു ഇന്ത്യൻ പൗരനും ഏതെങ്കിലും വിദേശ രാഷ്ട്രത്തിൽ നിന്ന് ഏതെങ്കിലും ബഹുമതി സ്വീകരിക്കരുത്. ശ്രദ്ധിക്കണേ. ഇനി അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് നോക്കാം. നമ്മൾ 14 മുതൽ 18 വരെ കഴിഞ്ഞു അല്ലെ. ഇനി 19-ാമത്തെ അനുച്ഛേദം നോക്കാം. 19-ാമതിൽ എന്താണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങള് നൽകുന്നുണ്ട് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. അതായത് 19-ാമത്തെ അനുച്ഛേദം ആർട്ടിക്കിള് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, അതിൽ എന്തെങ്കിലും ഇടപെടണമെങ്കിൽ എന്ത് പാടുള്ളൂ? യുദ്ധമോ അധിനിവേശമോ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. എങ്കിൽ മാത്രമേ ആർട്ടിക്കിൾ 19 കടന്നു കയറാൻ പറ്റുള്ളൂ. 20, 21 പിന്നെ ഡോണ്ട് ടച്ച്. ഓക്കെ. ഇനി മനുഷ്യന്റെ വ്യക്തിത്വ വികസനത്തെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്ത്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എന്നാൽ ഒരാൾക്ക് തന്നിഷ്ടം പോലെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല അല്ലെ. എനിക്ക് സ്വാതന്ത്ര്യം, ഭരണഘടനയിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യത്തിന്റെ അവകാശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നാളെ ഒരാളുടെ വീട്ടിൽ കയറിപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സോ അതാണ് പറയുന്നത്. ഒരാൾക്ക് തന്നിഷ്ടം പോലെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇതിനർത്ഥം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടാതെ
ക്രമസമാധാനത്തെ അപകടപ്പെടുത്താതെ ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെ മാത്രമേ സ്വതന്ത്രമായിട്ട് നിർവചിക്കാനായിട്ട് കഴിയുകയുള്ളൂ. സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചിന്തിക്കുന്നതിനും ആവിഷ്കരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാൻ ശ്രദ്ധിക്കണം. മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നാളെ സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നൊക്കെ തരും. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് മൗലികാവകാശത്തിലെ ഏതു തന്നെയാണ്? സ്വാതന്ത്ര്യമാണ്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്. ഭരണഘടനയിലെ 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. നമ്മളതൊക്കെ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, 19 to 22. ഇപ്പൊ നമ്മൾ 19-ലെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. 20, 21, 22 എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി എന്തൊക്കെയാണ് 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ? അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഇതെന്നൊക്കെ നമുക്ക് കഴിഞ്ഞ LD ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യം, സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്താണെന്നുള്ളത് കണക്ട് ചെയ്ത് വെക്കുക. സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഒരു മൗലിക സ്വാതന്ത്ര്യം ഇതിൽ ഉണ്ടാകില്ല, വേറെ ഏതെങ്കിലും വാക്കുകൾ ആഡ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, സമ്മേളിക്കാം, നമുക്ക് സംഘടിക്കാം, സഞ്ചരിക്കാം, പാർപ്പിട സ്വാതന്ത്ര്യമുണ്ട്, തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. അത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ ഓർത്ത് വെക്കുക. നമ്മളെല്ലാവരും കൂടി ഒരു അഭിപ്രായം, കുറച്ചു പേരും കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? അഭിപ്രായം പറയുന്നു. പിന്നെ സമ്മേളിക്കുക, സംഘടിക്കുക, സഞ്ചരിക്കുക, പാർപ്പിടം, തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. ഇതാണ് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യം. 6 മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഈ സ്വാതന്ത്ര്യം അനിയന്ത്രിതമല്ല, അത് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിന് വിധേയമാണ്. ക്രമസമാധാന നില തകരാറിലാക്കുന്ന, ആക്രമണത്തിന് പ്രേരണ നൽകുന്ന, മാനഹാനി ഉണ്ടാക്കുന്ന, കോടതിയെ അലക്ഷ്യമാകുന്ന തരത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദനീയമല്ല. നമുക്ക് അഭിപ്രായം പറയാം, അത് എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം? ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടാണ് ഇത് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ക്രമസമാധാന നില തകരാറാക്കുന്ന രീതിയിൽ എന്ത് പറയാൻ പാടില്ല? അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല. ആക്രമണത്തിന് പ്രേരണ നൽകുന്ന രീതിയിൽ ഒരാൾക്കും ഒരു അഭിപ്രായം പറയരുത്. മാനഹാനി ഉണ്ടാക്കുന്ന, കോടതിയെ അലക്ഷ്യമാകുന്ന തരത്തിലും എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും അഭിപ്രായ സ്വാതന്ത്ര്യം പാടില്ല. ഇനി സമ്മേളന സ്വാതന്ത്ര്യം. സമാധാനപരമായിട്ട് യോഗം ചേരുന്നതിനുള്ള അവകാശം ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. സമാധാനമായിട്ട് വേണമെങ്കിൽ എത്ര പേരുമായിട്ട് നമുക്ക് കൂട്ടം കൂടി നിൽക്കാം. പക്ഷേ ഘോഷയാത്രകൾ നടത്തുന്നതിനുള്ള അവകാശവും സമ്മേളന സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ. ഘോഷയാത്രകൾ നടത്തുവാനുള്ള അവകാശം സമ്മേളന സ്വാതന്ത്ര്യത്തിന് ഉൾപ്പെടുന്നുണ്ട്. സമ്മേളന സ്വാതന്ത്ര്യവും നിയന്ത്രണത്തിന് വിധേയമാണ് കേട്ടോ. സമ്മേളന സ്വാതന്ത്ര്യവും നിയന്ത്രണ വിധേയമാണ്. എല്ലാവരുടെയും എന്തുണ്ട്? നിയന്ത്രണമുണ്ട്. എല്ലാവരും ഇങ്ങനെ എന്ത് ചെയ്യും? ഓരോ വ്യക്തികളും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യും? പെരുമാറും. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി മാത്രമേ സമ്മേളനങ്ങൾ നടത്തുവാൻ പാടുള്ളൂ. 5 അതിലധികമോ ആളുകൾ ചില പ്രദേശങ്ങളിൽ സംഘം ചേരുന്നത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരുപാട് പേര് കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് നമുക്ക് ചുറ്റുപാട് നമുക്ക് അറിയാലോ, അയ്യോ പോലീസ് വരുന്നുണ്ട്, ഇടാ നീ അങ്ങനെ മാറി നിൽക്കുക എന്ന് മറ്റൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. 5 അതിലധികമോ ആളുകൾ എന്ത് ചെയ്യുന്ന പാടില്ല? ചില പ്രദേശങ്ങളിൽ സംഘം ചേരുന്നത് നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. ഒരിക്കലും നമുക്ക് നമ്മുടെ കേരളത്തിൽ ഒരു നിയമം വന്നിട്ടില്ലേ, ഇത്ര പേരുകൾ തമ്മിൽ ഒത്തുകൂടി നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നിയമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സംഘടനാ സ്വാതന്ത്ര്യം നോക്കൂ. സ്വന്തമായി സംഘടനകളും യൂണിയനുകളും രൂപീകരിക്കുന്നതിനും ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇതിന്റെ ഭാഗമാണ്. ഓരോരോ ട്രേഡ് യൂണിയൻ, NGO എന്നൊക്കെ പണ്ട് പറയാറില്ലേ. എന്നാൽ നിയമവിരുദ്ധമോ ദേശവിരുദ്ധമോ ആയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംഘടനകൾ രൂപീകരിക്കുന്നത് നിരോധിക്കാൻ പാടില്ല. കുറെ പേർ ചേർന്നിട്ട് ഒരു സംഘടന ചേർന്നിട്ട് നമ്മുടെ രാഷ്ട്രത്തിനെ നശിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും സംഘടനകൾ രൂപീകരിക്കാൻ പാടില്ല. നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാം? സംഘടനകൾ രൂപീകരിക്കാം. ഓരോരോ സംഘടനകൾ രൂപീകരിച്ചില്ല, ഒരുപാട് പേർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ സംഘടനകൾ ചേർക്കാൻ, കുറെ പേര് ഒത്തുചേർന്നിട്ട് അല്ലെ, ഓരോരോ വായനശാലകൾ രൂപീകരിച്ചിട്ട് എല്ലാവരും കൂടി സംഘടിച്ചിട്ട് ഓരോരോ ഗ്രൂപ്പുകളായിട്ട് ചേർന്നിട്ട് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർ നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുക? സംഘടനകൾ ചേരുക. അതുപോലെ സർക്കാർ ജീവനക്കാർ സർവീസ് ചട്ടങ്ങൾ അനുസരിച്ച് മാത്രമേ സംഘടനകളിൽ അംഗമാകാൻ പാടുള്ളൂ. സർക്കാർ തന്നെ അറിയണ്ടല്ലോ, ഓരോരോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഓരോരോ സംഘടനകളുണ്ട് അല്ലെ. അതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം നോക്കൂ. ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ ഓരോ പൗരനും അവകാശമുണ്ട്. എന്നാൽ പട്ടികവർഗ വിഭാഗത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മേലെ രാഷ്ട്രത്തിന് നിയമങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ് കേട്ടോ. പട്ടിക വിഭാഗത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മേലെ രാഷ്ട്രത്തിന് നിയമങ്ങൾക്ക്
നിയമങ്ങൾ ഏർപ്പെടുത്താം. ഇനി പാർപ്പിട സ്വാതന്ത്ര്യം. ഇന്ത്യയുടെ ഏത് ഭാഗത്ത് പാർക്കുവാനും സ്ഥിരതാമസമാക്കുവാനുള്ള അവകാശം ആർക്കുണ്ട്? പൗരന്മാർക്കുണ്ട്. എന്നാൽ പൊതു നന്മയെ ഉദ്ദേശിച്ചിട്ടും ഗോത്രവർഗ്ഗക്കാരുടെ ക്ഷേമത്തെ മുൻനിർത്തിയും രാഷ്ട്രത്തിന് പാർപ്പിട സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാവുന്നതാണ്. മനസ്സിലായോ? ഇപ്പൊ നമ്മള് പാർപ്പിട സ്വാതന്ത്ര്യം പറയുന്ന സമയത്ത് കുറെ ഭാഗത്തുണ്ട് ഒരിക്കലും കാസ്റ്റിന്റെ പേര് ചിലപ്പോൾ അവരെ ഒഴിവാക്കിയേക്കാം അല്ലെ, അങ്ങനെ ഒരു സന്ദർഭം നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടൊക്കെ നമുക്ക് നടക്കുന്ന സംഘടന. അപ്പൊ അവിടെ എന്ത് ചെയ്യാം? അവിടെ സർക്കാർ നിയമം ഏർപ്പെടുത്താം, അവരെ സംരക്ഷിച്ചുകൊണ്ട്. തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം നോക്കൂ. ഇന്ത്യൻ പൗരന്മാർക്ക് ഇഷ്ടമുള്ള തൊഴിൽ സ്വീകരിക്കുന്നതിനും വ്യാപാരമോ വ്യവസായമോ നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ സമൂഹം ദുസ്സഹം എന്ന് കരുതുന്ന തൊഴിലുകളും വ്യാപാരവും ചെയ്യാൻ പൗരന്മാർക്ക് അവകാശമില്ല. ഓക്കെ, സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള നല്ല നല്ല വ്യാപാരങ്ങളും വ്യവസായങ്ങളും തൊഴിലുകളൊക്കെ ചെയ്യുക. അല്ലാത്ത തൊഴിലുകളൊക്കെ അതാണല്ലോ ഇപ്പൊ നമുക്കറിയില്ല, ഡ്രഗ്സ് അതൊക്കെ ഒന്നും ഒരു തൊഴിലാണ് അല്ലേ? അതുകൊണ്ടല്ല അതിനെ നിരോധിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഒരുപാട് പരിശ്രമിക്കുന്നത്. ഇനി കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷകൾക്കുള്ള സംരക്ഷണം. അപ്പൊ നമ്മള് 14 മുതൽ 18 വരെയുള്ളത് കഴിഞ്ഞു. 19 മുതൽ നമ്മൾ 22 വരെയുള്ളത് പഠിക്കുകയാണ്. നമ്മൾ 19 എന്ത് ചെയ്തു? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 19 to 22 അല്ലേ? ഇതിൽ 20ാമത്തെ നോക്കൂ. കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷകൾക്കെതിരെയുള്ള സംരക്ഷണമാണ് 20ാമത്തെ വകുപ്പില്. അപ്പോ 20ഉം 21ഉം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? എന്താണ്? ശ്രദ്ധിച്ചാൽ മതി, ഡോണ്ട് ടച്ച് എന്നൊക്കെ. 20, 21 തൊട്ട് കളിക്കരുത്. എന്ത് ദേശീയ അടിയന്തര അവസ്ഥയില്ല എന്ത് സംഭവിച്ചാലും 20, 21 തൊട്ട് കളിക്കാൻ പാടില്ല. ആ 20 എന്താണ് പറയുന്നത്? കുറ്റം ചെയ്തിട്ടുള്ളവരെ ഏതെങ്കിലും വിധത്തിൽ സംരക്ഷിക്കുവാൻ ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ടോ? ഇല്ല. കുറ്റകൃത്യം ചെയ്തിട്ടുള്ളവരെ പോലും അന്യായമായി ശിക്ഷിക്കുന്നതിൽ നിന്നും 20ാം വകുപ്പ് സംരക്ഷണം നൽകുന്നു. അതുകൊണ്ടാണ് കുറ്റകൃത്യം ഇത്രയും കൂടി വരുന്നത്. കുറ്റകൃത്യം ചെയ്തിട്ടുള്ളവരെ പോലും അന്യായമായി ശിക്ഷിക്കുന്നതിൽ നിന്നും 20ാം വകുപ്പ് സംരക്ഷണം നൽകുന്നു. കുറ്റാരോപിതർക്ക് മതിയായ സംരക്ഷണം ലഭ്യമാവണമെന്ന് അത് വ്യവസ്ഥ ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടല്ലേ, അവർക്ക് അവിടെ പൊറോട്ടി ഇറച്ചിയാണ്, അവർക്ക് ബീഫാണ്, നമുക്ക് വീട്ടിൽ അത് കിട്ടാൻ പറ്റില്ല, വെറുതെയല്ല ജയിലിൽ ആൾക്കാർ കൂടുന്നത്, വെറുതെയല്ല കുറ്റവാളികൾ കൂടുന്നത് എന്നൊക്കെ നമ്മൾ കമന്റുകൾ കേൾക്കാറുണ്ട് അല്ലേ? കുറ്റാരോപിതർക്ക് മതിയായ സംരക്ഷണം ലഭ്യമാവണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, മനുഷ്യാവകാശങ്ങൾ പോലും നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് പഠിക്കുന്ന സമയത്ത് കമ്മീഷന് പോലെ ഉത്തരവാദിത്വം ഉണ്ട്. എന്ന് കോടതിയിൽ പോയിട്ട് അവരുടെ ജീവിത നിലവാരം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് എന്തെങ്കിലും അവിടെ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് പോലും എന്ത് ചെയ്യണം? മനുഷ്യാവകാശ കമ്മീഷന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, നമ്മൾ ഇവിടെ രാവും പകലുമില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മളെ ആരെങ്കിലും വാച്ച് ചെയ്യാൻ ഏതെങ്കിലും കമ്മീഷനുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, സങ്കടവും വരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ കുറ്റം ആരോപിക്കുന്നയാൾ കുറ്റവാളി ആവണമെന്നില്ല അല്ലെ? മറ്റു സന്ദർഭങ്ങൾ നമുക്കറിയാം, മധുവിന്റെ കേസൊക്കെ നമുക്കറിയാം, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെ, അദ്ദേഹം ഭക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു മോഷ്ടിച്ചത്. പക്ഷെ അവിടെ എന്താണ്, അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് ജനങ്ങൾ ശ്രദ്ധിച്ചില്ല. കുറ്റവാളി ആവണമെന്നില്ല. ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ മാത്രമേ അയാൾ കുറ്റവാളി ആകുന്നുള്ളൂ. അതല്ലേ ഓരോരോ കേസുകൾ എത്ര വർഷങ്ങൾ നീണ്ടു നിന്നിട്ടാണ് അവർക്ക് അല്ലെ ആ കേസ് തെളിയിക്കാൻ പെടാതെ. ആയതിനാൽ ഭരണഘടന താഴെ പറയുന്ന കാര്യങ്ങൾ ഊന്നൽ നൽകുന്നു. എന്തൊക്കെയാന്ന് നോക്കൂ. 20ാം വകുപ്പില് എന്തൊക്കെയാണ് 20ാം വകുപ്പിൽ എടുത്തു പറയുന്നത്? കുറ്റം നടന്ന സമയത്ത് നിലവിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റക്കാരെ ശിക്ഷിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇന്നിപ്പോ ഒരാളെ വ്യക്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്താണോ നിയമം നിൽക്കുന്നത് അത് പ്രകാരം മാത്രമേ ആ കുറ്റം ചെയ്യാൻ പറ്റൂ. ഇനിയിപ്പോ നാളെ അടുത്ത വർഷം ഇപ്പൊ 2025 പുതിയ നിയമങ്ങളാണ് ആ കുറ്റത്തിനനുസരിച്ച് ശിക്ഷ വരുന്നെങ്കിൽ അത് പ്രകാരം നടപ്പിലാക്കാൻ പറ്റും. ഇന്ന് എന്താണ് അറസ്റ്റ് ചെയ്ത് ഇന്ന് എന്താണ് നിയമം അത് വെച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആ വ്യക്തിയെ ശിക്ഷിക്കാനായിട്ട് പാടുള്ളൂ. പിൽക്കാലത്തുണ്ടായ നിയമങ്ങൾ മുൻകാലത്തെ, അതാണ് ഇപ്പൊ പറഞ്ഞിട്ട്, മുൻകാലത്തെ കുറ്റകൃത്യങ്ങൾക്ക് ബാധകമല്ല. കുറ്റം ചെയ്ത അവസരത്തിൽ നിലവിലുള്ള നിയമം അനുസരിച്ച്, ഓക്കെ, പുറത്തൊരു റോഡിന് സൗണ്ട് കേൾക്കുന്നുണ്ട്, ഒന്ന് ഡിസ്റ്റർബ് ആകാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഒന്ന് പോട്ടെ. അപ്പൊ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്ട. ഇതൊന്ന് 3, 5 ഒന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് വായിച്ചു നോക്കൂ 20ാം വകുപ്പിൽ പറയുന്ന കാര്യങ്ങൾ. കുറ്റം നടന്ന സമയത്ത് നിലവിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റക്കാരനെ ശിക്ഷിക്കാൻ പാടുള്ളൂ. പിൽക്കാലത്തുണ്ടായ നിയമങ്ങൾ മുൻകാലത്തെ കുറ്റകൃത്യങ്ങൾക്ക് ബാധകമല്ല. അത് നമ്മളിപ്പോ പറഞ്ഞു. കുറ്റം ചെയ്ത അവസരത്തിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് എന്ത് ശിക്ഷ നൽകുന്നുവോ അതിൽ കൂടുതലായിട്ട് ശിക്ഷ ആർക്കും നൽകരുത്. ഒരു കുറ്റത്തിന് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ആരെയും ശിക്ഷിക്കാൻ പാടില്ല. ഒറ്റ ശിക്ഷ കൊടുക്കാൻ പാടുള്ളൂ. വീണ്ടും എന്താ ചെയ്യാൻ പാടില്ല? ശിക്ഷിക്കാൻ പാടില്ല. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ അയാൾക്കെതിരായ സാക്ഷിയാക്കാൻ നിർബന്ധിക്കാനായിട്ട് പാടില്ല. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ അയാൾക്കെതിരായ സാക്ഷിയാക്കാനായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? അതായത് നിങ്ങൾ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാൻ ഒരിക്കലും നിർബന്ധപൂർവ്വം എന്ത് ചെയ്യാൻ പാടില്ല? നിർബന്ധിക്കാൻ പാടില്ല. ഇനി കുറ്റവാളികളെ പോലും അന്യായമായി ശിക്ഷിക്കുന്നതിനെ വിലക്കുന്ന ഇന്ത്യൻ ഭരണഘടന വ്യക്തി സ്വാതന്ത്ര്യത്തിനും ജീവനും നൽകുന്ന പ്രാധാന്യം മനസ്സിലാക്കിയില്ല. കണ്ട, ഓരോ വ്യക്തികൾക്കും കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. ഇനി അടുത്തത് നമുക്ക് 21ാമത്തെ വകുപ്പ്. അപ്പൊ ആ 20 കണ്ടോ,
അതിലും എന്ത് ചെയ്യാൻ പാടില്ല, അടിയന്തരാവസ്ഥ കാലത്ത് പോലത്തെ ഒന്നും ചെയ്യാൻ പാടില്ല. അവന് നമുക്ക് 21-ാമത്തെ വകുപ്പ് നോക്കാം കേട്ടോ. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനം 21-ാം വകുപ്പ് ഉറപ്പ് നൽകുന്നുണ്ട്. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. നിയമസ്ഥാപിത നടപടി മുഖേനയല്ലാതെ ഏതൊരാളുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ അപഹരിക്കാൻ പാടില്ല എന്ന് ഒരിക്കലും ഒരാളിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൈകടത്താനായിട്ട് പാടില്ല. ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും തോന്നിയ മട്ടിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാനോ ജയിലിൽ അടയ്ക്കാനോ ശിക്ഷിക്കാനോ അവകാശമില്ലെന്ന് 21-ാമത്തെ വകുപ്പിൽ പറയുന്നുണ്ട്. ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും തോന്നിയ മട്ടിലൊന്നും ഒരാളെ അറസ്റ്റ് ചെയ്യാനോ ജയിലിൽ അടയ്ക്കാനോ കഴിയില്ല. അത് ഏതിൽ പറയുന്നുണ്ട്, അവകാശമില്ലെന്ന് 21-ൽ പറയുന്നുണ്ട്. സുപ്രീം കോടതിയുടെ വിവിധ തീർപ്പുകളിൽ ഈ അവകാശങ്ങളുടെ വ്യാപ്തി വിപുലീകരിച്ചിട്ടുണ്ട്. ചൂഷണ വിമുക്തമായി മനുഷ്യന്റെ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് സുപ്രീം കോടതി വിധിക്കുകയുണ്ടായി. ജീവിക്കാനുള്ള അവകാശത്തിൽ പാർപ്പിടത്തിനും ഉപജീവനത്തിനുമുള്ള അവകാശം കൂടി ഉൾപ്പെടുന്നുണ്ടെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. കാരണം ഉപജീവന മാർഗമില്ലാതെ ഒരു വ്യക്തിക്കും ജീവിക്കാൻ കഴിയില്ല. നാളെ നമ്മുടെ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ PSC പഠിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ ഓരോ വ്യക്തികൾ ഇപ്പോൾ ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞിട്ട് ശിക്ഷ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ആ വ്യക്തി എന്താ ചെയ്യുക, കുറ്റവാളിയായിട്ട് തന്നെ കാണും. പക്ഷെ ചിലപ്പോൾ ആ കുറ്റവാളി എന്തായിരിക്കാം, നല്ല രീതിയിലായിട്ടായിരിക്കും പുറത്തു വരുന്നത് അല്ലേ. പക്ഷെ അവരെ ജീവിക്കാനായിട്ട് സമൂഹം അനുഭവിക്കുമോ, ഇല്ല, എന്നും എന്തായിരിക്കും കുറ്റവാളി. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് പറയുന്നത്. ഇനി 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥയിൽ പോലും ഈ അവകാശം അനുവദിക്കുന്നത് തടയാനാവില്ല. കണ്ടോ, ദേശീയ അടിയന്തരാവസ്ഥയിൽ പോലും ഈ അവകാശം അനുവദിക്കുന്നത് തടയാനാവില്ല. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്, ശ്രദ്ധിക്കണം കേട്ടോ. അനുച്ഛേദം 21A. 21A എന്താണ് നമുക്കറിയാം അല്ലെ. 21A പ്രകാരം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമായി ചേർക്കപ്പെട്ടു. ഇത് പ്രകാരം 6-നും 14-നും ഇടയിൽ പ്രായമായ കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യമായ വിദ്യാഭ്യാസം നൽകുന്നു. മനസ്സിലായോ? അനുച്ഛേദം 21A ആണ്. എത്ര പ്രാവശ്യം PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാം. 21A 6-നും 14-നും ശ്രദ്ധിക്കണം. ഓപ്ഷൻ വരുമ്പോൾ ചിലപ്പോൾ 8-നും 14-നും, ചിലപ്പോൾ 5 to 18 എന്നൊക്കെ തരും. അവിടെ ശ്രദ്ധിക്കണം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം ഏത് പറയുന്നുണ്ട്, അനുച്ഛേദം 21A പറയുന്നുണ്ട്. ഇനി 22-ാമത്തെ വകുപ്പ് നോക്കൂ. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായിട്ടുള്ള സംരക്ഷണം. അന്യായമായി അറസ്റ്റ് ചെയ്യുന്നതിനും തടങ്കലിൽ വെക്കുന്നതിനുമെതിരെ 22-ാം വകുപ്പ് സംരക്ഷണം ഉറപ്പു നൽകുന്നു. 3 അവകാശങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അത് ഉറപ്പു നൽകുന്നത്. ഒന്ന് എന്തൊക്കെയാണ്? അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അറസ്റ്റിന്റെ കാരണം അറിയാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ എന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്തിനാണെന്നുള്ളത് എന്താണ് എനിക്കറിയണം. പിന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനുമായിട്ട് ആലോചിക്കാനും അദ്ദേഹം മുഖേന കേസ് വാദിക്കാനുള്ള അവകാശമുണ്ട്. എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്കൊരു വക്കീലിനെ വെക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ടാണ് നമുക്കറിയാം, അറസ്റ്റ് ചെയ്തിട്ട് അവിടെ എത്തുമ്പോഴേക്കും പിന്നാലെ ആരായിട്ട് പോയിട്ടുണ്ടാകും, ചിലപ്പോൾ അവർ പോണത് ബാക്കിൽ ആരായിട്ട് അഡ്വക്കേറ്റ് ആയിട്ടായിരിക്കും. എന്തിനാണ്, ജാമ്യം ഇട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നത്. നമ്മളിവിടെ നാട്ടിലുള്ളവരൊക്കെ അയ്യോ അവനെ അറസ്റ്റ് ചെയ്തു, അതേ ചെയ്തു, അവിടെ ചെയ്തിരിക്കാൻ, ഇവിടെ ചെയ്തിരിക്കും, ആളെന്ത് ചെയ്തിട്ടുണ്ടാവും, മുൻവശത്തോടെ പോകുന്നുണ്ടാവും. അതാണ് എനിക്ക് അവസ്ഥ. ഇനി അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കപ്പെടുന്ന ആളെ 20, ഇത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്ന് ഈ 3 ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആളെ 24, ചിലപ്പോൾ 48 മണിക്കൂർ എന്നൊക്കെ ആയിരിക്കും, 24 വിത്തിൻ 24 hours 24 മണിക്കൂറിനകം തൊട്ടടുത്ത മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കാൻ. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ജയിലൊന്നും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇടാൻ പറ്റില്ല. എന്താണ്, 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം കേട്ടോ. അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് അറസ്റ്റിന്റെ കാരണം അറിയാനുള്ള അവകാശമുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനുമായിട്ട് ആലോചിക്കാനും അദ്ദേഹം മുഖേന കേസൊക്കെ എന്ത് ചെയ്യാൻ വാദിക്കാം. 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കും വേണം. അപ്പൊ എന്താണ് കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല? അറസ്റ്റ് 22-ാം വകുപ്പാണ് കേട്ടോ. അപ്പൊ എന്താണ് കരുതൽ തടങ്കൽ? കരുതൽ തടങ്കൽ ആർട്ടിക്കിൾ 22 കരുതൽ തടങ്കൽ. എന്താണ് കരുതൽ തടങ്കൽ? അത് പഠിക്കണ്ടേ? സാധാരണ ഒരാളെ തടങ്കലിൽ വെക്കുന്നത് വിചാരണയ്ക്ക് ശേഷമാണ് അല്ലെ. അപ്പൊ കുറ്റമാണ് തെളിഞ്ഞു എന്നിട്ട് എന്ത് ചെയ്യും, തടങ്കലിൽ വെക്കും. എന്നാൽ മുൻകരുതൽ നടപടി എന്ന നിലയ്ക്കും എന്ത് ചെയ്യാം, വ്യക്തികളെ തടങ്കലിൽ വെക്കാം. അതായത് ഇനിയിപ്പോ എന്തെങ്കിലും ഒരു സംഭവം, ഒരു എന്താണ് മന്ത്രിയോ ഒക്കെ ഒരു സമ്മേളനം നടക്കുകയാണ്. സമ്മേളനം നടക്കുന്ന സമയത്ത് ബോംബ് ഭീഷണി വരും അല്ലെ, ഇന്ന ആള് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, അത് കഴിയുന്നവരെ എന്ത് ചെയ്യും, അയാളെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, അറസ്റ്റ് കരുതൽ തടങ്കലിൽ വെക്കുന്നിട്ട് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം അയാളെ പുറത്തു വിടും. അതാണ് കരുതൽ തടങ്കൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഒരു സമൂഹത്തിനോ രാജ്യത്തിനോ എന്തെങ്കിലും ഭീഷണിയായിട്ട് ഒരു സംഘടനയോ ഒരു സ്ഥാപനമോ എന്തെങ്കിലും ഒരു വ്യക്തിയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ മുൻകൂറായിട്ട് തന്നെ എന്ത് ചെയ്യണം, കരുതൽ തടങ്കലിൽ വെക്കുന്നതാണ്. അതാണ് കരുതൽ തടങ്കലിനെ കുറിച്ചിട്ട് പറയുന്നത്. ഇതിനെ കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞാൽ വിചാരണ കൂടാതെയുള്ള തടങ്കലും ഏതെങ്കിലും കുറ്റം ചെയ്യുന്നതിന് മുമ്പുള്ള തടങ്കലും ഇതിൽ പെടുന്നു. കുറ്റം ചെയ്യുന്നതിൽ നിന്ന് ആരെയെങ്കിലും തടയുന്നതിനാണിത്. കരുതൽ തടങ്കലിൽ നിയമപ്രകാരം താഴെ പറഞ്ഞ കാരണങ്ങളാൽ വ്യക്തിയെ തടങ്കലിൽ വെക്കാം. ഏതൊക്കെ സാഹചര്യത്തിലാണ് നോക്കൂ. രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വം
പ്രതിരോധത്തിലും വിദേശകാര്യ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് രാഷ്ട്രത്തിന്റെ സുരക്ഷിതവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വ്യക്തികളെ എന്ത് ചെയ്യാം, കരുതടങ്ങളിൽ വെക്കാം. ക്രമസമാധാനത്തിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട്, അതായത് ഞാൻ ആ സമ്മേളനം പ്രശ്നമാക്കും, ആ യോഗം ഞാൻ അവസ്ഥാക്കും, പ്രധാനമന്ത്രി വരുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി വരുന്ന സമയത്ത് ഞാൻ അവിടെ കരിങ്കൊടി കാണിക്കും, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാണില്ലേ. അപ്പൊ അവരെന്ത് ചെയ്യണം, അത് ആ പരിപാടി കഴിഞ്ഞതിന് മുമ്പ്, ആ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, അവരെ കരുതൽ തടങ്കലിൽ വെക്കും. ആവശ്യ സാധനങ്ങളുടെ വിതരണവും സേവനവും സംബന്ധിച്ച നടപടി. ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ഇതൊന്നും കരുതൽ, ആവശ്യ സാധനങ്ങളുടെ വിതരണവും സേവനം ഇതിൽ വരില്ല. ഈ ഓപ്ഷൻ നിങ്ങൾ ഈ ഓപ്ഷൻ വിട്ടിട്ടുള്ള ആൻസർ ചെയ്യാം. ഇവിടെ എത്തുമ്പോഴേക്കും എന്തായിരിക്കും, ഈ ഓപ്ഷൻ ആയിരിക്കും അവിടെ ആൻസർ ആയിട്ടുണ്ടാകുക. അപ്പൊ ശ്രദ്ധിക്കണം, ആവശ്യ സാധനങ്ങളുടെ വിതരണവും സേവനവും സംബന്ധിച്ച നടപടി. ഇനി ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം. നമ്മൾ 14 to 18 കഴിഞ്ഞു, 19 to 22 കഴിഞ്ഞു. ഇനി നമ്മൾ ഏതാ പഠിക്കുന്നത്, 23 24. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ വെറുതെ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് തരുന്നേക്കാട്ടി നല്ലതല്ലേ ആ NCERT ഭാഗങ്ങൾ അങ്ങോട്ട് തുല്യത ടെക്സ്റ്റുകളൊക്കെ അങ്ങോട്ട് തന്ന പ്രശ്നം വിട്ടല്ലോ. ഇനി ഒരാളുടെ സ്വന്തം ലക്ഷ്യങ്ങൾക്കായിട്ട് മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തലാണല്ലോ ചൂഷണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. വ്യക്തികൾക്കെതിരെയുള്ള ഇത്തരം ചൂഷണങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന സംരക്ഷണം നൽകുന്നു. മനുഷ്യനെ വിൽപ്പന ചരക്കാക്കുവാനും അടിമയാക്കുന്നതിനും നിർബന്ധിതമായി തൊഴിലെടുക്കുന്നതിനും 23-ാം വകുപ്പ് നിരോധിക്കുന്നു. ഒരാളെ ഒരിക്കലും നിർബന്ധപൂർവമായിട്ട് ഒരു വിൽപ്പന ചരക്കാക്കുകയോ ഒരു അടിമയാക്കുകയോ നിർബന്ധമായി തൊഴിലെടുപ്പിക്കുകയോ ചെയ്യുക, ഫോഴ്സ്ഡ് ലേബർ. 23 പഠിക്കണം. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലോ ഖനികളിലോ അപകട സാധ്യതയുള്ള മറ്റു തൊഴിലുകളിലോ ഏർപ്പെടുത്തുന്നത് ഭരണഘടനയുടെ 24-ാം വകുപ്പും നിരോധിക്കുന്നു. അപ്പൊ 24-ാം വകുപ്പ് ബാലവേല നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. ബാലവേല എത്രാമത്തെ വകുപ്പാണ്, 24. ഒരു കുട്ടി, ഒരു ബാലവേല എന്ന് പറയുമ്പോൾ അതിന്റെ പ്രായം എത്രയാണ്, 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കേട്ടോ. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. അപ്പൊ നമ്മൾ പോക്സോ ആക്ട് പറയുമ്പോൾ 18 വയസ്സാണ്. പക്ഷെ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, ഇതില് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലോ ഖനികളിലോ അപകട സാധ്യതയുള്ള മറ്റു തൊഴിലുകളിലോ ഏർപ്പെടുത്തുന്നത് ഭരണഘടനയുടെ 24-ാം വകുപ്പ് നിരോധിക്കുന്നു. അപ്പൊ 23-ാം വകുപ്പ് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. 23-ാം വകുപ്പ് ഒരു മനുഷ്യനായിട്ട് കണക്കാക്കുക. അങ്ങനെ അവരൊരിക്കലും വിൽപ്പന ചരക്കാക്കാനോ അടിമയാക്കാനോ ഒരിക്കലും തൊഴിലെടുപ്പാക്കാൻ നിർബന്ധിതമായിട്ട് ഒരിക്കലും തൊഴിൽ ചെയ്യിപ്പിക്കരുത്. അതാണ് 23. 24 പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള ബാലവേലയാണ്. ഇനി നമുക്ക് 25 to 28 നോക്കാം. ഏതൊക്കെ മതവിശ്വാസികളെ നിങ്ങൾക്കറിയാം, ഏതെല്ലാം ആരാധനകൾ നിങ്ങളുടെ നാടിലുണ്ട്, ഇതെല്ലാം ഒരുപോലെയാണ് ഉണ്ടോ, അല്ല. ഓരോ വ്യക്തിക്കും അവരവരുടെ മതം. ഓരോ വ്യക്തിക്കും തനിക്ക് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു. മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിലാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയിൽ 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്നത്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, പ്രചരിപ്പിക്കാം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. മതസ്ഥാപനം ഉണ്ടാക്കാം, സ്ഥാവര ജംഗമ വസ്തുക്കൾ ആർജിക്കാനുള്ള അവകാശമുണ്ട്. മതപരിപാലനത്തിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വിനിയോഗിക്കുന്നതിനുള്ള പണം നികുതിയിൽ നിന്നും ഒഴിവാക്കുന്നു. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ഉത്തരവാദിത്തത്തിലുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം പാടില്ല. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഉത്തരവാദിത്തം. നമ്മളിപ്പോ ഓരോ സ്കൂള് നമുക്കറിയാം, ഓരോ കമ്മ്യൂണിറ്റി വിഭാഗത്തിൽ ഓരോ സ്കൂളുണ്ട് അല്ലെ. ക്രിസ്ത്യൻ സമൂഹത്തിലാണെങ്കിലും മുസ്ലിം സമുദായത്തിലാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഒക്കെ ഉണ്ട് അവരുടേതായിട്ടുള്ള ആ കമ്മ്യൂണിറ്റിയിൽ. പക്ഷെ ഒരിക്കലും സർക്കാരിന്റെ സ്ഥാപനത്തിൽ ഒരിക്കലും എന്ത് പാടില്ല, ഈ ജാതിയുടെ പേരിൽ ഒരിക്കലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതബോധനം പാടില്ല. ഇന്ത്യക്ക് ഔദ്യോഗിക മതം ഇല്ല എന്നതിനാൽ തന്നെ ഇന്ത്യക്ക് ഒരിക്കലും ഒരു ഔദ്യോഗിക മതം ഇല്ല. ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യേക പരിഗണന നൽകാൻ പാടില്ല. വ്യക്തിയുടെ മതസ്വാതന്ത്ര്യത്തിൽ ആരും ഇടപെടുന്നില്ല. എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള മതം വിശ്വസിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള മതം, അതിലാരും കൈകടത്തരുത്. എന്നാൽ പൊതു നന്മയെ കണക്കാക്കി താഴെ പറയുന്നവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇടപാടുകൾ രാഷ്ട്രത്തിന് നടത്താം. ഏതൊക്കെ സാഹചര്യങ്ങളാണ്? ക്രമസമാധാനം, സദാചാരം എന്നിവ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. സാമൂഹ്യമായ ചില ദുഷ്കൃത്യങ്ങൾ പിഴുതെറിയുന്നതിനും ഗവൺമെന്റിന്റെ മതകാര്യങ്ങളിൽ ഇടപെടാൻ, ഉദാഹരണമായി സതി, ബഹുവിവാഹം, നരബലി തുടങ്ങിയ അനുഷ്ഠാനങ്ങൾ ഇന്നും നിലനിൽക്കുന്നില്ലേ. നമ്മുടെ ഇന്നിപ്പോ ന്യൂ ജനറേഷൻ ആണെന്ന് പറയുന്നത്. ഇന്നത്തെ ജനറേഷനിൽ സംഭവിക്കുന്നില്ലേ എന്തൊക്കെ കാര്യങ്ങളാണ്. ഒരു പഴയകാല വിശ്വാസത്തിന്റെ പേരിൽ പോയിട്ട് എന്തൊക്കെ നമുക്കറിയാലോ, ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അതൊക്കെ എന്താണ്, അതൊക്കെ തെറ്റാണ്. സാംസ്കാരിക, ഇനി അടുത്ത് നോക്കുക 29 to 30, 25 to 28 എന്താണ്, ഫുൾ മതങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി 29ഉം 30ഉം ആണ് പറയുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശത്തെ കുറിച്ചിട്ടാണ് 29ലും 30ലും പറയുന്നത്. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ അല്ലെ, 29, 30 എന്ന് പറയുമ്പോൾ സാംസ്കാരിക വിദ്യാഭ്യാസം അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ന്യൂനപക്ഷ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ന്യൂനപക്ഷമാണ്. ഇനി വൈവിധ്യമാണ് ശക്തി എന്നാണ് നമ്മുടെ ഭരണഘടന വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ സംസ്കാരം നിലനിർത്താനുള്ള അവകാശങ്ങൾ ചേർക്കപ്പെട്ടു. ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ മതത്തെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല,
ഭാഷ, ലിപി, സംസ്കാരം എന്നിവയും ഇതിന്റെ മാനദണ്ഡങ്ങളാണ്. ഭരണഘടനയിൽ 29-30 വകുപ്പുകളിലാണ് ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നത്. പഠിച്ചല്ലോ, ഇത് 29-ഉം ഇത് 30-ഉം കേട്ടോ. പഠിച്ചോ. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കുന്നതാണ് ഇത് 29-ൽ പറയുന്നത്. 30-ൽ എന്താ പറയുന്നത്? ഇവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് കേട്ടോ. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭരണഘടനയിൽ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പൊ 29-ഉം 30-ഉം എന്താണ്? ന്യൂനപക്ഷ സമൂഹത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ 14-18 നിയമത്തിന് മുന്നിൽ സമത്വത്തെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. 19 എന്ത് പറഞ്ഞു? 6 മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞു. 20-21 പറഞ്ഞു. നമുക്ക് 20 നമുക്കറിയാം തടങ്കലിൽ വെക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യം പറഞ്ഞു. 22 കരുതൽ തടങ്കലിനെ കുറിച്ച് പറഞ്ഞു. 23-ഉം 24 നമ്മൾ പറഞ്ഞു ഫോഴ്സ്ഡ് ലേബർ അല്ലേ, എന്താണ് ബാലവേല, 24 ബാലവേല ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. 25-28 മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞു. 29-30 ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ സാംസ്കാരികവും വിദ്യാഭ്യാസവുമായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ചിട്ട് 29-ഉം 30-ഉം പറഞ്ഞു. ഇനി നമുക്ക് 32-ാമത്തെ വകുപ്പ് നോക്കാം കേട്ടോ. 32-ാമത്തെ വകുപ്പ്. 31-ാമത്തെ അപ്പോൾ ചോദിക്കും, പുതിയ കുട്ടികളാണ് ചോദിക്കും. അപ്പൊ 31-ാമത്തെ വകുപ്പയുടെ നമ്മൾ പറഞ്ഞില്ലേ, ആദ്യം ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. പിന്നെ അവിടെ ഇപ്പൊ 6 മൗലിക അവകാശങ്ങളെന്ന് പറഞ്ഞില്ലേ. അത് സ്വത്തവകാശത്തെ എടുത്തു മാറ്റി അത് ഇന്നൊരു നിയമാവകാശമാണെന്ന് പറഞ്ഞില്ലേ. ആ സ്വത്തവകാശം ഉണ്ടായിരുന്നതാണ് ഏത് 31-ാമത്തെ വകുപ്പിൽ. അതിനെ എടുത്തു മാറ്റി കേട്ടോ. അപ്പൊ ഇനി നമുക്ക് 32-ാമത്തെ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം നോക്കൂ. ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരുപാട് അവകാശങ്ങളുണ്ട് അല്ലെ. എന്നാൽ നിഷേധിക്കപ്പെടുവാൻ നേടിയെടുക്കുന്ന എല്ലാ പ്രതിവിധികൾ എന്തെല്ലാമാണ്? തീർച്ചയായും നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഇത്തരത്തിൽ ചർച്ച ചെയ്തതിന്റെ ഫലമായിട്ടാണ് 32-ാം വകുപ്പ് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം എന്ന പേരിൽ ഉൾപ്പെടുത്തിയത്. ഈ അവകാശങ്ങളെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമായിട്ടാണ് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത്. എത്ര പ്രാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണെന്നോ. ഡോക്ടർ BR അംബേദ്കർ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 എന്താണ് ആർട്ടിക്കിൾ 32-ൽ പറഞ്ഞത്? ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതിയിൽ എങ്ങനെയാണ് ഇടപെടുന്നത്? മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാൻ പൗരന് അവകാശം നൽകുന്നു. ഇത്തരം കേസുകളിൽ സുപ്രീം കോടതി ഹൈക്കോടതിയും കേസുകൾ പരിശോധിച്ച് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. മനസ്സിലായല്ലോ. അപ്പൊ ഭരണഘടനയിൽ എന്തെങ്കിലും പ്രതിവിധി കാണണമെങ്കിൽ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. അങ്ങനെയാണ് ഭരണഘടനയ്ക്ക് എന്ത് ചെയ്യുന്നത്? പ്രതിവിധി കാണുന്നത്. അങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സുപ്രീം കോടതി പ്രതിവിധി കാണുന്നത് എങ്ങനെയാണ്? റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതി എന്ത് ചെയ്യും? ആർട്ടിക്കിൾ 226 പ്രകാരവും റിട്ടുകൾ പുറപ്പെടുവിക്കും. അല്ലെ എത്ര ഇതിൽ റിട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? നമ്മൾ 12 to 35 വരെ അല്ലേ പഠിക്കുന്നത്. ഇനി അടുത്ത റിട്ടുകൾ പറഞ്ഞിട്ട് ഒരു ക്ലാസ് വേണം. വേണ്ട, 12 to 35 അവിടെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ക്ലാസ് 1 മണിക്കൂറായി. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഒരു 2x സ്പീഡിലിട്ട് 10 സ്പീഡ് ഒന്ന് കേട്ടിട്ട് പോയാൽ മതി. റിവിഷനുമായി ഇനി മെയിൻ സിലബസിന് ഇതിന്റെ ബാക്കിലിട്ടും ഇല്ല കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയില്ല, മൗലികാവകാശങ്ങൾ നിങ്ങൾ മെയിൻസിനൊക്കെ ധാരാളം ഇതേ ഉള്ളൂ മൗലികാവകാശങ്ങൾ നിങ്ങൾ പഠിക്കാനുള്ളതായിട്ട്. ഇതിലപ്പുറം പഠിക്കണം എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, ഇനി ഹേബിയസ് കോർപ്പസ്. എത്ര റിട്ടുകളുണ്ട്? 5 റിട്ടുകളുണ്ട്. ഹേബിയസ് കോർപ്പസ് നോക്കൂ. ശരീരം ഹാജരാക്കുക എന്നാണ് ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം. ഇതാണ് ലത്തീനാണ് കേട്ടോ. ലത്തീൻ ശൈലിയാണ് കേട്ടോ. അതൊരു ലത്തീൻ ശൈലിയാണ്. പൗരന്മാരെ നിയമവിരുദ്ധമായിട്ട് തടങ്കലിൽ വെക്കുന്നതിന് എതിരായിട്ടുള്ള ഉത്തരവുമാണ്. പൗരന്മാരെ നിയമവിരുദ്ധമായിട്ട് തടങ്കലിൽ വെക്കുന്നതിനുള്ള എതിരായ ഉത്തരവാണ് ഇത് ഹേബിയസ് കോർപ്പസ്. അപ്പൊ ഹേബിയസ് കോർപ്പസ് എന്താ ഇതിന്റെ അർത്ഥം? ശരീരം ഹാജരാക്കുക. ഇനി രണ്ടാമത്തെ നോക്കൂ, മാൻഡമസ്. ഞങ്ങൾ കൽപ്പിക്കുന്നു. മാൻഡമസിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നതാണ് ഈ ലത്തീൻ പദത്തിന്റെ അർത്ഥം. ഒരു വ്യക്തി, അതായത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ, ഒരു വ്യക്തി പറയുമ്പോൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെയാണ് കേട്ടോ. നമ്മൾ ഓരോരുത്തരും അല്ല, നമ്മൾ നാളെ ഭാവിയിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാകുമ്പോൾ നമ്മൾ ഉൾപ്പെടും. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുകയും അതുവഴി മറ്റേതെങ്കിലും വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഉദാഹരണം നമ്മളെ പോലെ PSC എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ അവസാനിക്കുന്ന സമയത്ത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അന്ന് കഴിയുകയാണ്. പക്ഷെ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്തില്ല? ആ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല, പൂഴ്ത്തി വെച്ചു. ആ പെൺകുട്ടിയുടെ എന്താണ് റാങ്ക് ലിസ്റ്റ്
അതിന് എടുക്കാൻ പറ്റില്ല. അന്ന് ആ ഒഴിവ് റിപ്പോർട്ട് ചെയ്തതാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ എന്ത് ചെയ്തു, അവിടെ പൂഴ്ത്തി വെച്ചപ്പോൾ ലാസ്റ്റ് ആ കേസും വർത്തമാനമൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടതാണ് അല്ലേ. അന്ന് ആ ഉദ്യോഗസ്ഥൻ ആ ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്ത് പൂഴ്ത്തി വെക്കാതെ അത് റിപ്പോർട്ട് ചെയ്താണെങ്കിൽ അവിടെ ഒരു കുടുംബം രക്ഷപ്പെടുക അല്ലേ. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിലൂടെ എത്ര പേരുടെ ജീവിതമാണ് ആ തലമുറകളിൽ രക്ഷപ്പെടണം, അത് ചിന്തിക്കുന്നില്ല. അപ്പൊ അങ്ങനെ അവർക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്ത്, മാൻഡമസ്. അപ്പൊ നമുക്ക് ഇപ്പൊ എക്സാം ഹാളിൽ പോകുമ്പോൾ അത് കോ വാറന്റ് ആണോ പ്രൊഹിബിഷൻ ആണോ, ഇപ്പോൾ ഹേബിയസ് കോർപ്പസ് നമുക്ക് എന്തായാലും അറിയാം, ശരീരം ഹാജരാക്കാതെ അന്യായമായ തടങ്കലാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ മാൻഡമസും പ്രൊഹിബിഷനൊക്കെ കുറേ എത്തുമ്പോൾ നമുക്കൊക്കെ കൺഫ്യൂഷൻ ആയി പക്ഷെ അതാണ് ഇതാണ്. അപ്പോൾ മാൻഡമസ് അതിനാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കേട്ടോ. മാൻഡമസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഉദ്യോഗാർത്ഥിനെ എന്ത് ചെയ്യാം, മനസ്സിൽ സങ്കല്പിക്കുക കേട്ടോ. മാൻഡമസ് എന്ന് പറയുമ്പോൾ അപ്പോൾ അന്ന് അങ്ങനെയല്ലേ പറഞ്ഞു തന്നത്, ഒരു വ്യക്തിയുടെ അവകാശത്തെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഇല്ലാതാക്കുകയാണ് ഒന്നും ചെയ്യുക, അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അങ്ങനെ ഓർക്കുക. ഇനി പ്രൊഹിബിഷൻ ആണ് അല്ലേ. കീഴ്ക്കോടതികൾ അധികാരാതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതിക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ തടയുകയോ മേൽക്കോടതികൾ സുപ്രീം കോടതിയെ ഹൈക്കോടതിയെ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് എന്ത്, പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞ. കീഴ്ക്കോടതികൾ അധികാര അതിർത്തി ലംഘിക്കുകയോ, ഇപ്പൊ നമ്മൾ കേരളം, ഇപ്പൊ നമ്മൾ ഓരോരോ ജില്ലകൾ ഇല്ലേ, 14 ജില്ലകളുണ്ട്. ഇപ്പൊ പാലക്കാട് ജില്ലാ കോടതി, ഇപ്പൊ നമ്മൾ ഓരോ കോടതി, തിരുവനന്തപുരത്ത് ജില്ലാ കോടതി, എറണാകുളത്ത് ജില്ലാ കോടതി ഇല്ലേ, അവർക്ക് ഒരു അതിർത്തി ഉണ്ട് അല്ലെ. ആ ഭാഗത്ത് എന്ന് പറയുമ്പോൾ ആ അതിർത്തി ലംഘിച്ച് മറ്റു ഭാഗങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്യണം, അത് ചെയ്യുന്ന സമയത്ത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും എന്ത് ചെയ്യണം, ഈ കീഴ്ക്കോടതികൾക്കെതിരെയുള്ള പ്രവർത്തിക്കുന്നതിനാണ് എന്ന് പറയുന്നത്, ആ ഉത്തരവിനെ തടയുന്നതാണ് ഏത്, പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഇനി സെർഷ്യൂററി എന്താണ്, ഒരു കാര്യത്തെ പറ്റിയിട്ട് അറിവ് കൊടുക്കുക, ഒരു കാര്യത്തെ പറ്റി അറിവ് കൊടുക്കുക എന്നതാണ് ഈ ലത്തീൻ പദത്തിന്റെ അർത്ഥം. സെർഷ്യൂററിയുടെ അർത്ഥം എന്താണ്, ഒരു കാര്യത്തെ പറ്റിയിട്ട് അറിവ് കൊടുക്കുക. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റുവാൻ ഉത്തരവിടുന്ന റിട്ടാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു അല്ലെങ്കിൽ ജില്ലാ കോടതിയിൽ കേസ് കൊടുത്തു, അവിടെ തീർപ്പായാലും നമ്മൾ നേരെ എന്ത് ചെയ്യും, ഹൈക്കോടതിക്ക് അപ്പീൽ പോകും അല്ലേ. അപ്പോൾ ഹൈക്കോടതിയിലും ശരിയില്ലെങ്കിൽ എന്താണ്, നേരെ സുപ്രീം കോടതിക്ക് കൊടുക്കും. അതാണ് സെർഷ്യൂററി എന്നൊക്കെ. അപ്പോൾ മാൻഡമസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ആലോചിക്കുക, ആ ഉദ്യോഗാർത്ഥിയുടെ കാര്യം ആലോചിക്കുക. അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു അവകാശങ്ങളെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഹനിക്കുന്നതാണ് ഏത്, മാൻഡമസ് എന്ന് പറയുന്നത്. സെർഷ്യൂററി എന്താണ്, ഒരു കീഴ്ക്കോടതിയിൽ നിന്ന് സെർഷ്യൂററി മേലേക്ക് പോവാണ്. അപ്പോൾ ഒരു കീഴ്ക്കോടതിയിൽ നിന്ന് എന്താണ്, മേൽക്കോടതിയിലേക്ക് മാറ്റുവാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യൂററി എന്ന് പറയുന്നത്. കോവാറന്റോ എന്താണ്, അധികാരം കൊണ്ട് എന്നതാണ് ഈ ലത്തീൻ ഭാഷയുടെ. ഒരാൾക്ക് അയാൾക്ക് അർഹതയുമില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്ന്. ഇനിയിപ്പോ അതായത് ഒരു 10ാം ക്ലാസ് യോഗ്യത വെച്ചിട്ടാണ് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു യോഗ്യതയാണ് ഒരു ജോലിക്ക് എങ്കിൽ അവിടെ ആ ജോലി ഒരു 7ാം ക്ലാസ് ഉദ്യോഗസ്ഥനാണ്, ഒരു 7ാം ക്ലാസ് പഠിച്ച ഒരാളാണ് അത് ചെയ്യുന്നതെങ്കിൽ അതൊരു അനർഹമാണ് അല്ലേ, അത് തെറ്റല്ലേ. അതിന് അവകാശമുണ്ടോ ആ ജോലി ചെയ്യാൻ, ആ വിദ്യാഭ്യാസ യോഗ്യത വെച്ചിട്ട് ഇല്ല. അപ്പോൾ ഒരാൾ അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്ന് തടയുന്നതാണ് ഏത്, ഹൈക്കോടതി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോവാറന്റോ എന്ന് പറയുന്നത്. പ്രൊഹിബിഷനും മനസ്സിലായാലോ, അധികാര അതിർത്തി ലംഘിക്കുന്നതാണ് പ്രൊഹിബിഷൻ. അധികാര അതിർത്തി ലംഘിക്കുന്നതാണ് പ്രൊഹിബിഷൻ. മനസ്സിലായല്ലോ. 5 റിട്ടുകളാണ്. സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതി എന്ത് ചെയ്യുന്നു, 226 പ്രകാരമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ എത്രയ്ക്കാണ്, 5 റിട്ടുകളാണ് കേട്ടോ. 5 റിട്ടുകൾ. ഒരിക്കൽ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റനിൽ കോടതിയിൽ പുറപ്പെടുവിക്കുന്ന റിട്ടുകളുടെ എണ്ണം 5 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ 6 4 എന്നൊക്കെ തരാം. അപ്പോൾ കൺഫ്യൂഷൻ ആകാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അങ്ങനെ മൗലികാവകാശങ്ങൾ നമ്മൾ NCERT അടക്കം ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ മെയിൻസിന് എന്താണ്, മൗലികാവകാശങ്ങൾ ഓക്കെ ആയി കേട്ടോ. പഠിക്കുക. അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തിയിട്ട് പോകണം. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഭരണഘടന കംപ്ലീറ്റ് ആക്കിയിട്ട് മാത്രമേ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുള്ളൂ. എന്താ എനിക്ക് അങ്ങനെ ഇടയിൽ മിക്സ് ചെയ്ത് തരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലൊരു സുഖം ഉണ്ടായില്ല എന്ന് തോന്നും. ഇനി മിക്സ് ചെയ്തിട്ടാണ് ക്ലാസ് മതിയെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആ മൊഡ്യൂൾ വൈസ് ഓരോ മൊഡ്യൂളും തീർത്തിട്ടാണ് ക്ലാസ് മതിയെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി.